ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈ ഇടവകയുടെ വികാരി ബഹുമാന്യനായ ജേക്കബ് കോശി അച്ഛൻ, ട്രസ്റ്റി ശ്രീ ബിജു എബ്രഹാം, സെക്രട്ടറി ബിനുരാജ്, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ആധ്യാത്മിക സംഘടനകൾ, ഇവിടെ കൂടിയിരിക്കുന്ന കർത്താവിൽ വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങൾക്ക് കർത്താവിൽ വന്ദനം. ഈ ഇടവക ഈ പരിശുദ്ധവും പരിഭാവനമായ ഈ വിശുദ്ധ ആരാധനയിൽ നിങ്ങളോടൊപ്പം സംബന്ധിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഇടയാക്കിയ വലിയ കാരുണ്യവനായ ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് ആദ്യമേ ഞാൻ സ്തുതി അർപ്പിക്കുന്നു. എൻ്റെ സഹപ്രവർത്തകനായിരിക്കുന്ന മോഹൻ ഫിലിപ്പ് ഇന്ന് ഇവിടെ വരുമെന്നായിരുന്നു എന്നോട് പറഞ്ഞിരുന്നത്. അദ്ദേഹത്തിൻ്റെ സൗകര്യം കൂടി നോക്കിയാണ് ഞാൻ ഇന്നേ ദിവസം ഈ ഒരു തീയതി എടുത്തത്. പക്ഷേ ചില പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹത്തിന് നാട്ടിൽ നിന്നും ഇങ്ങോട്ട് വരാനായിട്ട് സാധിച്ചില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അദ്ദേഹം വരുമ്പോൾ നിങ്ങൾ അദ്ദേഹത്തിനോട് സഹകരിക്കുകയും ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണമെന്ന് ഞാൻ മുന്നമേ അഭ്യർത്ഥിക്കുന്നു. ഈ ഇടവകയിലേക്ക് കടന്നു വരുവാനും ഈ പ്രൊജക്റ്റിനെ കുറിച്ചും മറ്റും ഇവിടെ നിങ്ങളോട് അറിയിക്കുവാനും ഈ എനിക്ക് തന്ന അവസരത്തിന് ബഹുമാനപ്പെട്ട അച്ഛനോടും മാനേജിംഗ് കമ്മിറ്റിയോടും എല്ലാവരോടുള്ള നന്ദി കൂനംകുരിശ് പിൽഗ്രിം സെന്റർ ഡെവലപ്മെന്റ് കൗൺസിലിന്റെ പേരിൽ ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ഇന്നത്തെ ഈ സുദിനത്തിന് വളരെ പ്രാധാന്യം ഉണ്ട്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ തിരുജനനത്തിലേക്ക് നാം അടുത്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 21 ദിവസങ്ങളായിട്ടുള്ള നോയമ്പ്, ഉപവാസം, പ്രാർത്ഥനയിൽ കൂടി ദൈവവചനവും പ്രവാചന ശബ്ദവും കേട്ടുകൊണ്ട് നാം തിരുജനനത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. തിരുജനനം നമ്മൾ സ്വീകരിച്ച് അതിൽ അനുഗ്രഹം പ്രാപിക്കണമെന്ന് ഞാൻ അറിയിക്കട്ടെ. കൂടാതെ ഇന്ത്യയുടെ അപ്പസ്തോലനായിരിക്കുന്ന വിശുദ്ധ തോമസ് ശ്ലീഹായുടെ രക്തസാക്ഷിത്വം വഹിച്ച ദുഃഖ്രോന പെരുന്നാളാണ് നമ്മളിപ്പോൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധന്റെ പിതാവിനെ ഓർക്കുകയും അദ്ദേഹത്തിന്റെ മധ്യസ്ഥയിൽ അഭയം പ്രാപിക്കുന്നതും നമുക്ക് അനുഗ്രഹപ്രദമാണ്. അപ്പസ്തോലനായ വിശുദ്ധ തോമസ് ശ്ലീഹ നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ആ ദീപശിഖ അത് കെടാതെ തലമുറകൾ നമ്മൾ കൈമാറാൻ ബാധ്യസ്ഥരാണ്. ആ ഒരു ഉത്തരവാദിത്വം മനസ്സിലാക്കി നാം പ്രവർത്തിക്കുന്നുണ്ട്. മലങ്കര സഭയുടെ മക്കൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച ഒരു മിഷനുമായിട്ടാണ് ഞാനിവിടെ കടന്നു വന്നിരിക്കുന്നത്. മലങ്കര സഭയിൽ കാതോലിക്കറ്റ് പുനഃസ്ഥാപിച്ചതിൻ്റെ ആ സമാപന സമ്മേളനം കഴിഞ്ഞ് അതിൻ്റെ ഒരു സന്തോഷത്തിലും അഭിമാനത്തിലുമാണ് നമ്മളിപ്പോൾ. ഗൾഫിലെ ആദ്യ ഇടവകയായ ഈ ബഹ്റിൻ സെന്റ് മേരീസും വളരെ പ്രൗഢഗംഭീരമായ ഒരു ആഘോഷ പരിപാടികൾ നടത്തിയതായിട്ട് ഞാൻ അറിഞ്ഞു. നിങ്ങളെ എല്ലാവരും ഞാൻ അതിൽ അനുമോദിക്കുന്നു. അതോടൊപ്പം തന്നെ കൊച്ചിൻ മറൈൻ ഡ്രൈവിൽ നമ്മുടെ മലങ്കര സഭയ്ക്ക് അഭിമാനിക്കത്തക്ക രീതിയിൽ വളരെ ഗംഭീരമായ, കേരളം അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു വലിയൊരു സമ്മേളനം അവിടെ നടക്കുവാനായിട്ട് ദൈവം തമ്പുരാൻ അനുവദിച്ചു. വളരെ ഡിസിപ്ലിനും വളരെ ആളുകളും പങ്കെടുത്ത ഒരു വലിയ സമ്മേളനം, പലർക്കും നല്ല മെസ്സേജുകൾ കൊടുത്ത് നമ്മുടെ സഭാപിതാക്കന്മാർ, നമ്മുടെ സഭയുടെ നേതൃത്വം നല്ല മെസ്സേജുകൾ കൊടുക്കുവാനും അതിൽ സംബന്ധിച്ചിരുന്ന നമ്മുടെ മറ്റ് ഇതര സമുദായത്തിൽപ്പെട്ട ആൾക്കാർ മലങ്കര സഭയെ ഒരു പ്രത്യേക രീതിയിൽ മനസ്സിലാക്കുവാനും സാധിച്ചതായിട്ട് അവരുടെ പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. മണ്ണിൻ്റെ മണമുള്ള മലങ്കര സഭ, അല്ലെങ്കിൽ ഭാരതത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഭാരതീയ സംസ്കാരത്തിൽ നിൽക്കുന്ന യാതൊരു വിദേശ മേധാവിത്വമില്ലാത്തൊരു സഭ എന്ന ചില വിശേഷണങ്ങൾ അവരുടെ വായിൽ കൂടെ നമ്മൾക്ക് കേൾക്കുവാൻ സാധിച്ചത് ഒരു വലിയ കാര്യമാണ്. എന്നാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് വളരെ മുമ്പ് തന്നെ, ഇന്ത്യക്ക് ഒരു ഫെഡറൽ സംവിധാന സിസ്റ്റം ഉണ്ടാകുന്നതിന് വളരെ മുമ്പ് തന്നെ, അതായത് 1934 മലങ്കര സഭയ്ക്ക് ഒരു വ്യവസ്ഥാപിതമായ രീതിയിലുള്ള ഒരു അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റവും ഒരു പഠന സംവിധാനവും നമ്മുടെ സഭയ്ക്ക് നമ്മുടെ പിതാക്കന്മാരുണ്ടാക്കിയിട്ടുള്ള ചരിത്രമുണ്ട്. ഇന്ത്യക്ക് മുമ്പ് തന്നെ, ഇന്ത്യ ജനിക്കുന്നതിന് മുമ്പ് തന്നെ എന്ന് നമുക്ക് പറയാം. അതിൽ നമ്മൾ അഭിമാനം കൊള്ളണം. അതുപോലെ തന്നെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ 1947 ആണെങ്കിൽ അതിനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഒരു സ്വാതന്ത്ര്യ സമര കാര്യം നമ്മുടെ നാട്ടിൽ നടന്നു. അതാണ് കൂനംകുരിശ് സത്യം.
വിദേശിക ആധിപത്യത്തിനെ അനുവദിക്കുവാനായിട്ട് മലങ്കര സഭയ്ക്കോ ഭാരതീയ ജനതയ്ക്കോ സാധ്യമല്ല. അതിനാദ്യമായിട്ട് മുൻകൈയെടുത്തതും അങ്ങനെ ചിന്തിക്കാനും അടിമത്തത്തിൽ കഴിയുകയില്ല എന്ന് ധൈര്യമായിട്ട് വിദേശികളെ നോക്കി പറയുവാനും ധൈര്യം കാണിച്ച നമ്മുടെ പിതാക്കന്മാരാണ്. അവരുടെ പൈതൃകമാണ് നാം ഇന്നിവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാരതത്തിൽ വന്നിട്ടുള്ള വൈദേശികൾ പലരും തന്നെ നമ്മുടെ ഭാരതീയരുടെ ഒരു രീതി എന്ന് പറയുന്നത് അതിഥി ദേവോ ഭവ എന്ന ഒരു ചിന്തയാണ് നമ്മുടെ ഭാരതീയർക്കുള്ളത്. അതിഥിയായിട്ട് കടന്നു വരുന്നവനെ ബഹുമാന പുരസ്സരം ആചരിച്ച് അവൻ്റെ ജാതി എന്തായാലും മതം എന്തായാലും അവൻ്റെ ഭാഷ എന്തായാലും ഏത് രീതി ആയാലും അവനെ ഒരു ദേവനെ പോലെ സ്വീകരിക്കുന്ന ഒരു രീതിയാണ്, ഒരു പ്രമാണമാണ് നമ്മുടെ സഭയ്ക്ക്, നമ്മുടെ ഭാരതത്തിനുള്ളതും ഭാരതത്തിലെ ക്രൈസ്തവരായ നമുക്കുള്ളത്. പുരാതന കാലം തൊട്ടേ അങ്ങനെയായിരുന്നു. എന്നാൽ പലരും ഈ നമ്മുടെ ഒരു പ്രമാണം അല്ലെങ്കിൽ ഒരു ചിന്താഗതി വെച്ചുകൊണ്ട് ചില ആൾക്കാർ നമ്മളെ മുതലെടുപ്പ് നടത്തി കടന്നു വന്ന് നമ്മളുടെ സഹായം തേടി അഭയം പ്രാപിച്ചു വന്ന പലരും അഭയം കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളെ കീഴടക്കി ഭരിക്കാനായിട്ടാണ് പലരും ശ്രമിച്ചിരിക്കുന്നത്. മലങ്കര സഭയ്ക്കും പറ്റിയിട്ടുള്ള ഒരു കാര്യം അത് തന്നെ. വന്നവരെയെല്ലാം നമ്മളും സ്വീകരിച്ചു, അവരുമായിട്ട് സഹകരിച്ചു പോയവരെ അവസാനം വന്നപ്പോൾ കീഴടക്കിയിട്ട് നമ്മളിൽ നിന്ന് എന്ത് നേടാൻ പറ്റും, നമ്മളെ അടിമകളായിട്ട് ഉപയോഗിക്കത്തക്കവണ്ണം അവരുടെ ആ രീതിയിലുള്ള ചിന്തയാണ് നമ്മുടെ സഭയ്ക്കും പറ്റിയിരിക്കുന്നത്. മാർത്തോമാ ശ്ലീഹ AD 52 മലങ്കരയിൽ വന്ന് ഭാരതത്തിൽ വന്ന് നമ്മുടെ സഭയെ സ്ഥാപിച്ചു. അന്ന് ഉന്നതകുല ജാതരായ ബ്രാഹ്മണരായിട്ടുള്ള ആൾക്കാരെ ക്രിസ്തുവിൻ്റെ മാർഗം കാണിച്ചു കൊടുത്ത് ക്രിസ്തുവിലേക്ക് ആകർഷിച്ച് ക്രിസ്തുമത മാർഗം ഇവിടെ സ്ഥാപിച്ചു. അദ്ദേഹം സ്ഥാപിച്ചപ്പോൾ ക്രിസ്തുവിനെ പഠിപ്പിച്ചതും പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതും ആചാര അനുഷ്ഠാനങ്ങൾ പഠിപ്പിച്ചതും വിദേശ ഭാഷയിലോ മറ്റു രീതിയിലോ അല്ല. അവനവൻ്റെതായ സ്വന്തമായ ഭാഷയിൽ അവരവർ ജനിച്ചു വളർന്ന രീതിയിൽ അവൻ്റെ ജനിച്ചു വരുന്ന ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് മാർത്തോമാ ശ്ലീഹ നമ്മുടെ പിതാക്കന്മാരെ ആദിമ നൂറ്റാണ്ടിലെ ക്രൈസ്തവരെ വിശ്വാസം പഠിപ്പിച്ചും ആചാരം പഠിപ്പിച്ചതും. അത് ദേവാലയ നിർമ്മാണത്തിലും നമ്മുടെ ഓരോ ചടങ്ങുകൾക്കകത്തും ഈ ഒരു ഭാരതീയം അന്ന് തൊട്ടേ നമുക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. AD 345 ക്നായിത്തോമായും കൂട്ടരും നമ്മുടെ നാട്ടിലേക്ക് വന്നു. മറ്റു കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല, നമ്മുടെ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യമേ ഞാൻ പറയുന്നുള്ളൂ. AD 345 നമ്മുടെ ക്നായിത്തോമയുടെ കൂട്ടത്തിൽ 400ഓളം പേർക്കാരെ, അന്ന് അവിടുത്തെ ക്രൈസ്തവ പീഡനവും അവിടുത്തെ ദാരിദ്ര്യമോ വിശപ്പോ എന്തോ എല്ലാം മൂലം സമ്പൽ സമൃദ്ധമായ നല്ല നമ്മുടെ ഈ നാട്ടിലേക്ക് അത്രത്തോളം ആൾക്കാർ കടന്നു വന്നു. ആദ്യമേ ക്രൈസ്തവരായിട്ടുള്ള ആൾക്കാരെ നമ്മുടെ ക്രൈസ്തവരും നമ്മുടെ പിതാക്കന്മാരുമായിട്ട് ചേർന്ന് സഹകരിച്ച് വളരെ നൂറ്റാണ്ടുകൾ മുമ്പോട്ട് പോന്നു. അങ്ങനെ 15-ാം നൂറ്റാണ്ടിൻ്റെ പകുതി ആയപ്പോഴത്തേക്ക് വാസ്കോഡ ഗാമയുടെ നേതൃത്വത്തിൽ പോർച്ചുഗീസുകാർ നമ്മുടെ രാജ്യത്ത് വന്നു. അവർ വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ കപ്പലിൽ അവരുടെ കൂടെ മിഷണറിമാരും കത്തോലിക്ക വിശ്വാസികളായ റോമൻ കത്തോലിക്ക സഭക്കാരും ഉണ്ടായിരുന്നു. ആദ്യം അവർ വന്ന് നമ്മളോട് സഹകരിച്ചു, നമ്മുടെ കൂടെ നിന്നു. അവസാനം നമ്മളെ കീഴ്പ്പെടുത്തിയ ഒരു സംഭവമാണ് നമ്മളെ ചരിത്രത്തിൽ കാണുന്നത്. 1599 ഉദയംപെരൂർ സിനോദോസ് വിളിച്ചു കൂട്ടിയിട്ട് കൊച്ചി രാജാവിന് സമ്പത്തുകളും കാശും കൊടുത്ത് അദ്ദേഹത്തിനെ പേടിപ്പിച്ചു നിർത്തി. പീരങ്കി ഒരു സൈഡിൽ നിർത്തി, പട്ടാളത്തെ മറ്റൊരു സൈഡിൽ നിർത്തി, ഇപ്പുറത്ത് സമ്മാനങ്ങൾ കൊടുത്തുകൊണ്ട് ഞങ്ങൾ പറയുന്നത് കേൾക്കണമെന്ന രീതിയിൽ അദ്ദേഹത്തിനെ പോർച്ചുഗീസുകാരുടെ ചുവൽപ്പടിയിൽ നിർത്തിക്കൊണ്ട് വിളംബരമിറക്കി എല്ലാ പള്ളിയിൽ നിന്നും ആൾക്കാർ വന്നിരിക്കണം, വന്നില്ല എങ്കിൽ പ്രധാനികളെ കൈക്കാർ വന്നിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വത്തുവകകൾ കണ്ടെടുക്കും എന്നുള്ളൊരു ഭീഷണി മുടക്കിയിട്ടാണ് ഉദയംപെരൂർ സിനോദോസ് വിളിച്ചു കൂട്ടിയത്. ആ ഉദയംപെരൂർ സിനോദോസിൽ വെച്ചിട്ട് നമ്മുടെ പിതാക്കന്മാർക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ പലതരമായ നിയമങ്ങളിലും ഒപ്പിടിപ്പിച്ചിട്ട് വിട്ടു. അതിനുശേഷം ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരാതനമായ നമ്മുടെ 16 നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നമ്മുടെ ദേവാലയത്തിൻ്റെ സ്ഥിതികൾ മൊത്തം മാറ്റി അതെല്ലാം പോർച്ചുഗീസ് സ്റ്റൈൽ അല്ലെ റോമൻ സ്റ്റൈലിലോട്ട് മാറ്റി. സഭയുടെ പ്രാർത്ഥനാക്രമങ്ങൾ, പുസ്തകങ്ങളെ ചുട്ടരിക്കുക, അങ്ങനെ പല കാര്യങ്ങളും ചെയ്ത് നമ്മുടെ സഭാ പിതാക്കന്മാരെ വളരെ വിഷമത്തിലാക്കി ആ ഒരു സംഭവമുണ്ട്. അങ്ങനെ മുമ്പോട്ട് പോയ സമയത്ത് നമ്മുടെ പിതാക്കന്മാർ
പേർഷ്യ, മറ്റ് പല രാജ്യത്തുമുള്ള സ്ഥലത്തുമുള്ള ഓർത്തഡോക്സ് വിശ്വാസികളായ നമ്മുടെ വിശ്വാസത്തോട് ചേരുന്ന മറ്റ് പല പിതാക്കന്മാർക്കും എഴുത്തയച്ച് ഞങ്ങളെ സഹായിക്കണം, രക്ഷിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പേർഷ്യ രാജ്യത്തു നിന്നും അഹത്തുള്ള ബാവ എന്നൊരു ബാവ ഈ നമ്മുടെ നാട്ടിലേക്ക് വരികയും അദ്ദേഹം വന്നതറിഞ്ഞിട്ട് പോർച്ചുഗീസുകാരെ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് കപ്പലിൽ കയറ്റുകയും ആ കപ്പലിൽ വെച്ചിട്ട് അദ്ദേഹത്തിനെ വിടുവിക്കാനായിട്ട് വലിയൊരു കൂട്ടം ജനങ്ങൾ കൊച്ചിയിൽ തുറമുഖത്തെത്തിയപ്പോൾ അകത്തുള്ള ബാവയെ ഇറക്കി വിടാതെ അദ്ദേഹത്തിനെ കഴുത്തിൽ കല്ലുകെട്ടി കൊച്ചി സമുദ്രത്തിൽ താത്ത് കൊല്ലുകയായിരുന്നു ചെയ്ത്. ഈ വിവരം അറിഞ്ഞ നമ്മുടെ മലങ്കര നസ്രാണി പിതാക്കന്മാർ, കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള നസ്രാണി പിതാക്കന്മാർ കൊച്ചിയിൽ ഏതാണ്ട് 25,000-ഓളം പേര് മട്ടാഞ്ചേരി എന്ന സ്ഥലത്ത് ഒത്തുകൂടി വിദേശിക നേതൃത്വവും ഇനി ഞങ്ങൾക്ക് വേണ്ട, ഈ പറങ്കികളുമായിട്ടുള്ള ബന്ധം ഞങ്ങൾക്ക് വേണ്ട, ഈ വൈദേശിക മേധാവിത്വം ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങളുടെ പിതാവ് മാർത്തോമ പഠിപ്പിച്ച ആ മാർഗത്തിൽ മാത്രം ഞങ്ങൾക്ക് ക്രിസ്തുവിനെ കണ്ടാൽ മതി എന്നൊരു ദൃഢ തീരുമാനമെടുക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു. ആ സംഭവത്തിൻ്റെ പേരാണ് കൂനംകുരിശ് സത്യം എന്ന ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. ഇത് 1653 ജാനുവരി 3 മട്ടാഞ്ചേരി നടന്ന ഇതൊരു ചരിത്ര സംഭവമാണ്. ലോക ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ആദ്യത്തെ ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപന സമരം കൂടിയാണിത്. ഇത് നടത്തിയത് നമ്മുടെ സഭാപിതാക്കന്മാരും നമ്മുടെ പിതാക്കന്മാരെ, ഇതധികം ദൂരമൊന്നുമല്ല, നമ്മുടെ വല്യപ്പച്ചനാണ് ഇത് നടത്തിയതെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. കൂനംകുരിശ് സത്യം നടക്കുന്നതുവരെ കേരളത്തിൽ മലങ്കര നസ്രാണികൾ മാർത്തോമൻ മാർഗം സ്വീകരിച്ചിട്ടുള്ള നസ്രായനായ യേശുവിനെ പിൻചൊല്ലുന്ന മലങ്കര നസ്രാണികൾ അല്ലെങ്കിൽ മാർത്തോമായുടെ ആൾക്കാർ എന്നൊരു പേരിലാണ് നമ്മളെ അവിടെ അറിഞ്ഞുകൊണ്ടിരുന്നത്. 653 ശേഷമാണ് കേരളത്തിൽ സർവ്വസഭകളും ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ തുടക്കങ്ങളും അതിൻ്റെ ഓരോന്നിൻ്റെയും കാര്യങ്ങളെ നമ്മളെ പഠിച്ചിരിക്കണം. അത് ഈ രണ്ടാമത്തെ സെഷനിൽ വളരെ വിശദമായിട്ട് നമ്മൾ ഇവിടെ അവതരിപ്പിക്കുവാൻ നമ്മളെ ആഗ്രഹിക്കുന്നുണ്ട്. ഈ കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമ്മുടെ സഭ എന്താണെന്നും ഓർത്തഡോക്സ് സഭയുടെ മാഹാത്മ്യം എന്താണെന്നും നമ്മൾക്ക് അറിയുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇന്ന് കേരളത്തിൽ കാണുന്ന ഏത് സഭയാണെങ്കിലും അത് നമ്മുടെ രക്തമാണ്, നമ്മുടെ സഹോദരങ്ങളാണ്, മാർത്തോമൻ പാരമ്പര്യമുള്ളവരാണ്, മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം ആൾക്കാരാണ്. അവരെ കുറ്റം പറഞ്ഞത് ശരിയല്ല. എങ്കിലും ചില തെറ്റിദ്ധാരണകൾ പരത്തുമ്പോൾ നമ്മൾക്ക് ശരിയായ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി ഇരിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ശരിയായ പാരമ്പര്യം, അതായത് ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ മലങ്കര സഭ എന്താണെന്നും ഏതാണെന്നും ജനങ്ങളെ അറിയിക്കാത്തത് കൊണ്ടും നമ്മുടെ മാഹാത്മ്യം നമ്മൾ തന്നെ മനസ്സിലാക്കാത്തത് കൊണ്ടുമാണ്, നമ്മൾ മിണ്ടാതിരിക്കുന്നത് കൊണ്ട് മറ്റുള്ളവരെ നമ്മുടെ പാരമ്പര്യവും നമ്മുടെ കാര്യങ്ങളും എടുത്ത് ഘോഷിക്കുന്ന ഒരു അവസരമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മിക്കവാറും നമ്മൾ സൈലൻ്റാണ്. നമ്മുടെ ഓരോ പള്ളികളും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ വൈബ്രൻ്റാണ്. 365 ദിവസവും പ്രോഗ്രാം, 3 സെമിനാറുകൾ, കാര്യങ്ങൾ. പക്ഷെ അത് ഈ പള്ളിയുടെ ആ ഒരു 4 മതിൽക്കെട്ടിനകത്ത് മാത്രം നിൽക്കുകയാണ്, അതിന് വെളിക്കോട്ട് പോകുന്നില്ല. അപ്പം നമ്മുടെ കാര്യം നമ്മളോട് തന്നെയാണ് പറയുന്നത്. നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ പള്ളിയിൽ തന്നെ ചുറ്റുകൂട്ടി നിൽക്കുകയാണ്. അത് മതിലിന് പുറത്തോട്ട് പോകുന്നില്ല, ഭിത്തിക്ക് പുറത്തോട്ട് പോകുന്നില്ല, നമ്മളെ ആരും അറിയുന്നില്ല. അതാണ് ഇന്ന് കേരളത്തിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് എൻ്റെ ഒരു നിഗമനവും എൻ്റെ ഒരു അഭിപ്രായം അത് തന്നെയാണ്. അതിന് ചെറിയ മാറ്റം ഇപ്പോഴേ പറ്റിയതുകൊണ്ടാണ് ഈ നമ്മുടെ സെന്റിനറി സെലിബ്രേഷനിൽ അവരുടെ ചില അഭിപ്രായങ്ങളും കമൻസും നമുക്ക് കേൾക്കുവാനായിട്ട് ഇടത്. ഞാനിപ്പോൾ എൻ്റെ ഈ സബ്ജക്റ്റിലോട്ട് ഞാൻ കിടക്കുകയാണ്. 1653 കൂനംകുരിശ് സത്യം നടന്ന ആ ഒരു പ്രദേശം മട്ടാഞ്ചേരിയിലാണ്. അവിടെ സഭയ്ക്ക് 60 സെന്റ് സ്ഥലം അവിടെ ഉണ്ട്. അവിടെ മറ്റൊരു കൂനംകുരിശും മറ്റുമുണ്ട്. അതിൻ്റെ ക്ലിപ്പുകൾ ഞാൻ 2ാം സെഷനിൽ കാണിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ചുരുക്കും. ഈ 60 സെന്റ് സ്ഥലം എന്ന് പറഞ്ഞത് പുരാതന നമുക്ക് കൊച്ചി രാജാവ് നമ്മുടെ സഭയ്ക്ക് 5ാം മാർത്തോമായ്ക്ക് പള്ളി വെക്കാനായിട്ട് എഴുതി കൊടുത്തതാണ്. പേർഷ്യ രാജ്യത്ത് നിന്ന് വന്ന ബസേലിയോസ് സക്രള്ള ബാവ എന്ന് പറഞ്ഞ ആ ഒരു പിതാവും നമ്മുടെ പിതാക്കന്മാരോട് ചേർന്ന് അവിടെ ഒരു ചെറിയ പള്ളി 1751 പണിയുകയുണ്ടായി. ഇത് മട്ടാഞ്ചേരി കൊച്ചി സ്ഥലമാണ്. യൂതന്മാരുടെയും പോർച്ചുഗീസുകാരുടെയും സെന്റ് ഫ്രാൻസിസ് പള്ളി, ഇങ്ങനെയുള്ള എല്ലാ ആൾക്കാരും തിങ്ങിപ്പാർത്ത ആ കൊച്ചിയുടെ ചരിത്രം ഉറങ്ങുന്ന എല്ലാം ഉറങ്ങുന്ന ആ സ്ഥലത്താണ് നമുക്കിത് ഉള്ളത്. ഇവിടെ ആദ്യം കണ്ടത് 1751 പണി കഴിപ്പിച്ച ഒരു ചെറിയ ദേവാലയമാണ് ഈ ചിത്രത്തിൽ കാണുന്നത്. കാരണം എനിക്ക് സമയപരിമിതിയുണ്ട്. നമുക്ക് ഉച്ചയ്ക്ക് ശേഷം വിശാലമായിട്ട് ഇരിക്കുന്നവർക്ക് വളരെയധികം നല്ല ഇൻഫോർമേഷൻസ് ഇവിടെ കിട്ടും. നമ്മുടെ ഇടവകയിലെ തന്നെ പ്രാഗൽഭ്യമുള്ള 2-3 പേരുടെ പ്രസന്റേഷൻസ് ഇവിടെയുണ്ട്. 1781
പണി കഴിപ്പിച്ച ഒരു പഴയ ദേവാലയമാണ്. അത് അല്പം പുനരുദ്ധാരണം ചെയ്തതിനു ശേഷമാണ് നിൽക്കുന്നത്. 100 പേർക്ക് മാത്രം നിൽക്കാൻ പറ്റുന്ന ഒരു ചെറിയ ദേവാലയം, വലിയ ദേവാലയമൊന്നുമല്ല. ഈ പഴയ ദേവാലയത്തിന്റെ പ്രാധാന്യത ഒന്ന് എന്ന് പറയുന്നത്, വിശുദ്ധ ഗീവരീസയുടെ സുവിശേഷിപ്പുകളെ കൊണ്ടുവന്നത് ഡയറക്റ്റായിട്ട് അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. 1. 2, ഈ യെരുശലേമിലെ വലിയമാർ സക്രല്ല ബാബ അവിടെ താമസിക്കുകയും ഇതുപോലൊരു ചെറിയ മേൽത്തട്ടിൽ അദ്ദേഹം താമസിച്ച് അതിൽ കാലം ചെയ്യുകയും 2-3 ദിവസത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ബോഡി കണ്ടെടുത്ത് കണ്ടനാട് പള്ളിയിൽ അദ്ദേഹത്തിനെ അടക്കുകയും ചെയ്തു. അങ്ങനെ പിതാക്കന്മാരെ പോവുകയും അവിടെ പ്രവർത്തിക്കുകയും ചെയ്ത നമ്മുടെ ഒരു സെന്ററായിട്ടുള്ള ഒരു ദേവാലയമാണ് ഈ കാണുന്നത്. ഇപ്പോൾ അതിന് പല മോഡിഫിക്കേഷൻ കഴിഞ്ഞ ഈ രീതിയിൽ ആയിട്ടുണ്ട്. അങ്ങനെ പല മോഡിഫിക്കേഷൻ ഇന്നത്തെ കാണുന്ന ദേവാലയമാണ് കുറച്ചു മുമ്പ് കണ്ടത്. ഈ കാണുന്ന ഇപ്പൊ നിൽക്കുന്ന, അതായത് ഒരു 6 മാസം മുമ്പ് നിൽക്കുന്ന, അല്ല ഇപ്പൊ നിൽക്കുന്ന പള്ളിയാണ് ഈ കാണുന്നത്. ഇതിനെ ഒരു പിൽഗ്രിം സെന്റർ ആയിട്ട് സഭ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇതാ ചുറ്റുമുള്ള റോഡുകളും കാര്യങ്ങളൊക്കെയാണ്. 2 വണ്ടിക്ക് കഷ്ടിച്ചു പോകാം, ഒരു ഓട്ടോയും ഒരു കാറ് പോകാൻ പോകുള്ളൂ. അവിടെ ഈ ഒരു ചെറിയ ബിൽഡിംഗ് കാണുന്നുണ്ട്. നമ്മുടെ ഒരു വൈദികനും 2-3 ആൾക്കാർക്കും താമസിക്കാനുള്ള താമസ സൗകര്യം, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ പാഴ്സണേജ് എന്ന് പറഞ്ഞൊരു സംഭവമാണ് ആ ചെറിയൊരു ബിൽഡിംഗ് താഴെ കാണുന്നത്. അപ്പോൾ ആദ്യത്തെ ഫേസ് ഞങ്ങൾ ആൾക്കാരെ ഒഴിവാക്കി നമ്മുടെ സ്ഥലം നമ്മുടെ കയ്യിലാക്കാൻ അത് ചെയ്തു കഴിഞ്ഞു. 2ാമത്തെ ഫേസ് എന്ന് പറഞ്ഞത് ഈ ചെറിയ പാഴ്സണേജിന്റെ ബാക്കിലോട്ട് മാറ്റി ഒരു അഡ്മിനിസ്ട്രേഷൻ ആൻഡ് അക്കോമഡേഷൻ ബിൽഡിംഗ് പണിയുക എന്നുള്ളതായിരുന്നു. അതിന്റെ പണി ഇപ്പോൾ ഇത്രയുമായിട്ടുണ്ട്. 3ാമത്തെ ഫേസ് എന്ന് പറയുന്നത് ഈ എക്സിസ്റ്റിംഗ് ചർച്ചിന്റെ റിനോവേഷൻ ആണ്. കാണിച്ചു. എക്സിസ്റ്റിംഗ് ചർച്ചിന്റെ റിനോവേഷൻ എന്നുമ്പോൾ ആദ്യമേ നിങ്ങളൊരു ഫോട്ടോ കണ്ടു. പഴയ നിങ്ങൾ കണ്ട ആ ഒരു ദേവാലയത്തിനെ ഈ രീതിയിലോട്ട് മാറ്റുകയാണ്. പൗരാണികമായിട്ട് പണിഞ്ഞിട്ടുള്ള ഭിത്തികള്, തറ, വിശുദ്ധ മദ്ബഹ, ത്രോണോസ് ഇവ പൊളിക്കാതെ ഒരു റീഫർബിഷ്മെന്റ് ആണ് ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഷേപ്പിലോട്ടാണ് വരുന്നത്. ഇതിൽ കമ്പി ഉപയോഗിക്കുന്നില്ല, സിമെന്റ് ഉപയോഗിക്കുന്നില്ല. ഏറ്റവും പൗരാണികം ലേറ്റസ്റ്റ് ആയിട്ടുള്ള മേസണറി ടെക്നിക്ക്, പൗരാണികമായ രീതിയിലുള്ളത്. നമ്മുടെ കുത്തബ് മിനാർ, നമ്മുടെ താജ്മഹലിന്റെ ഡോംസ് ഒക്കെ എങ്ങനെ പണിഞ്ഞത്, ആ ഒരു പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് ഈ പണി ചെയ്യുന്നത്. അതിന്റെ ഇപ്പോഴത്തെ പ്രവർത്തന ഘട്ടങ്ങളാണ് കാണിക്കൊണ്ടിരിക്കുന്നത്. ഇത് വോൾട്ട് ആൻഡ് ഡോംസ് മാത്രം വെച്ചാണ് ഈ പണിയുന്നത്. ആ നിൽക്കുന്ന ഒരാളാണ് വിനു ഡാനിയൽ എന്ന് പറഞ്ഞ മാവേലിക്കര തട്ടാരമ്പലം സ്വദേശമായിട്ടുള്ള ഒരു യങ് ആർക്കിടെക്റ്റാണ് ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നത്. സത്പ്രേമയുടെ ശിഷ്യനാണ് അദ്ദേഹം. ഇതിന്റെ വർക്കുകൾ ഇങ്ങനെ ഒരു ഭാഗത്തോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പള്ളി പൊളിക്കുന്നില്ല, നിങ്ങൾക്ക് ഇപ്പോൾ കാണാം, ഭിത്തിയെല്ലാം അവിടെ തന്നെ ഉണ്ട്. എന്നാൽ ഇങ്ങനെയുള്ള ജനലെല്ലാം മാറ്റി പൗരാണികമായ ജനലിലോട്ട് കൊണ്ടുവരും. അതാണ് ഞങ്ങളുടെ ഉദ്ദേശം. ഞങ്ങളുടെ അവിടുത്തെ മാനേജർ അച്ഛന് ഫാദർ ഗീവർഗീസ് തോമസ് സെന്റ് പോൾ മിഷൻസിന്റെ എല്ലാം പ്രവർത്തിച്ച് ഹൈദരാബാദ് മിഷന്റെ ഡയറക്ടറായിട്ട് ഒക്കെ സേവനം അനുഷ്ഠിച്ച ബഹുമാനപ്പെട്ട സന്തോഷ് അച്ഛനാണ് അവിടുത്തെ ഈ കഷ്ടങ്ങളും എല്ലാം ബുദ്ധിമുട്ടും എല്ലാം സഹായിപ്പെട്ട് അവിടെ ജീവിക്കുന്നത്. ഇത് ഞങ്ങളുടെ ഒരു ബ്രോഷറാണ്. ഇതിൽ ഞാൻ മുകളിൽ എഴുതിയേക്കുന്നതെന്ന് പറഞ്ഞത് ദ ഗ്രേറ്റ് ഇവന്റ് ആൻഡ് പ്ലേസ്. ഇതൊരു വലിയ സംഭവം. ഈ സ്ഥലം പുണ്യമുള്ളതും ഈ സംഭവത്തിന് വളരെ പ്രാധാന്യമുള്ളതുമാണ്. ഇതിന് ഇറ്റ് ബെക്കൺസ് യുവർ സപ്പോർട്ട്. നിങ്ങളുടെ സപ്പോർട്ടുകൾ നമുക്ക് ആവശ്യമുണ്ട്. ഇത് ഇത്രയും നാളും സഭ മറന്നു കിടക്കുകയല്ലായിരുന്നു. പല തിരുമേനിമാരും, നമ്മുടെ കൊച്ചി പത്താൻസിലെ ഡയസിസിലെ തിരുമേനിമാരും അവിടുത്തെ ജനങ്ങളും ഇത് കാത്തു സൂക്ഷിക്കുകയും നമ്മളെ ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അവരാൽ ആവതൊക്കെ അന്നൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഡെവലപ്മെന്റ്സ് ചെയ്യുന്നു. പരിശുദ്ധ ഭാവാതിരുമനസ്സും സഭയിൽ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ജോലി അവയർനെസ് ആണ്. ഞങ്ങൾ അവയർനെസ് നടത്തിക്കൊണ്ടിരിക്കുന്നു. അവയർനെസ്സിന്റെ ഭാഗമായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് 2 ഫണ്ട് റേസിംഗ് ആണ്. ഇത് നടത്താനായിട്ട് കാശുകൾ ആവശ്യമുണ്ട്. ഞാൻ വരുന്നതിന് മുമ്പേ തന്നെ ഇവിടുത്തെ ഇടവക മെത്രാപ്പോലിത്ത, ഭദ്രാസന മെത്രാപ്പോലിത്ത കൂർലസ്വാമിനോട് ഞാൻ വിവരം പറഞ്ഞിരുന്നു. പൊയ്ക്കോളൂ, പോയി അന്വേഷിച്ച് നോക്ക്, കിട്ടുന്നതൊക്കെ വാങ്ങിച്ചു. ഇവിടുത്തെ കാര്യമല്ല എനിക്കറിയാം. മാത്രമല്ല ഈ ദേവാലയം മലങ്കര സഭയ്ക്ക് വേണ്ടി അനേകം പ്രവർത്തനങ്ങൾ ചെയ്യുന്നതും എനിക്കറിയാം, നല്ലവണ്ണം എനിക്കറിയാം. പരിശുദ്ധ ഭാവാതിരുമനസ്സും എല്ലാവർക്കും ഇതിനെക്കുറിച്ച് അറിവുണ്ട്. എന്നാലും ഞങ്ങളുടെ ഇപ്പോഴത്തെ ഈ കൗൺസിലിന്റെ ഒരു തീരുമാനം, പരിശുദ്ധ ഭാവാതിരുമനസ്സിന്റെ ഒരു തീരുമാനം എന്ന് പറയുന്നത്, ഇങ്ങനെയുള്ളൊരു പുണ്യസ്ഥലം നമ്മൾ പണിയുമ്പോൾ നമ്മൾ ഓരോരുത്തരുടെയും ഭാഗവാക്കുകൾ എല്ലാവരെയും ആക്കണമെന്നുള്ളൊരു ആഗ്രഹം അങ്ങോട്ടുണ്ട്. കാരണം നമ്മുടെ പാരമ്പര്യം അതാണ്. നമുക്ക് പുറത്തുനിന്ന് പൈസ കിട്ടുകയോ വെളിയിൽ നിന്നുള്ള ആൾക്കാരോ നമുക്ക് സഹായിക്കുകയോ ചെയ്യാറില്ല. നമ്മുടെ പിതാക്കന്മാർ നമ്മുടെ പള്ളികൾ പണിഞ്ഞിട്ടുള്ളത് മൊത്തം തന്നെ ഓരോ തെങ്ങിൻ്റെ തേങ്ങയും മുട്ട വെച്ച് കോഴി ഉണ്ടാക്കിയതും പിടിയരി എടുത്തതുമായിട്ടുള്ള സമ്പാദ്യങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ പൗരാണികമായ ദേവാലയങ്ങൾ മൊത്തം ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെയുള്ള ദേവാലയത്തിൽ നിന്ന് പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ പ്രയോജനമുള്ളൂ. ഈ ദേവാലയം ഇവിടെ നിൽക്കുന്നത് ഇവിടുത്തെ നിങ്ങളുടെ ഓരോരുത്തരുടെയും കോൺട്രിബ്യൂഷൻസ് ആണ്. നമുക്ക് ഫോറിൻ ഫണ്ടും കാര്യങ്ങളില്ല. ഇത് ഇന്ത്യയിലെ സഭകളിൽ നമുക്കുള്ള എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യം. ഇത്രയും പിരിവ് നടക്കുന്ന ഒരു സമൂഹം വേറെ ഇല്ല. ഇത്രയും പൊട്ടൻഷ്യൽ ഉള്ളൊരു സമൂഹം, ഇത്രയും മനസ്സുള്ളൊരു സമൂഹം വേറെ എങ്ങും തന്നെ ഇല്ല. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ സ്വന്തം വിയർപ്പിന്റെ
ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ടാണ് നമ്മളിവിടെ പ്രാർത്ഥിക്കുന്നത്. മറ്റുള്ളവരുടെ ഒന്നുമല്ല. ഒരു മെമ്പർഷിപ്പ് ഫോം ഫില്ലപ്പ് ചെയ്ത് കാശ് കൊടുത്തിട്ടല്ല, ഇത് നമ്മൾ ബിൽഡപ്പ് ചെയ്തിട്ടാണ് നമ്മൾ അതിൽ അഭിമാനിക്കണം. അവിടെയാണ് ദൈവം തമ്പുരാൻ നമുക്ക് അനുഗ്രഹങ്ങൾ കൂട്ടി തരുന്നത്. ഗൾഫിൽ ഈ ഇടവകയിലാണ് ആദ്യം വരുന്നത്. കാരണം ബഹ്റിനാണ് ഗൾഫിലെ ആദ്യത്തെ ഇടവക. ഇവിടെ തന്നെ ഞങ്ങൾ അവയർനെസ് ക്ലാസ്സസ് പലതും നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇത് ആദ്യമായിട്ടാണ്. കാരണം ഈ ഇടവക ആദ്യം വരണം എന്നുള്ളത് ദൈവനിയോഗം കൂടെ ആയിരുന്നു. കാരണം ഇത് ഗൾഫിലെ ആദ്യ ഇടവകയാണ്. ഇവിടുത്തെ അച്ഛന്മാരാണ് വികാരിമാരായിട്ട് അബുദാബിയിലൊക്കെ ദുബൈയിലൊക്കെ വന്നെന്ന് നമ്മുടെ കാലം ചെയ്ത സഫാന സ്ലിമീൻ എല്ലാം നമ്മൾ ശുശ്രൂഷ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്കെല്ലാം അറിയാം. അതുപോലെ തന്നെ ഇവിടുത്തെ നമ്മുടെ ഇടവക മെത്രാപ്പോലിത്ത 50,000 രൂപ ഞങ്ങൾക്ക് ഓഫർ ചെയ്ത് ജനുവരി 3-ാം തീയതി ഞങ്ങളുടെ തരും, ദേവലോകത്ത് വെച്ച് തരും. അത് വേറെ കാര്യം. അതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ പരിശുദ്ധ ബാബ തിരുമനസ്സ് 26-ാം തീയതി 25-ാം തീയതി മീറ്റിംഗ് കഴിഞ്ഞ് 26-ാം തീയതി ഞങ്ങളുടെ കൗൺസിൽ മീറ്റിംഗിൽ 1 ലക്ഷം രൂപ എൻ്റെ തന്നു. ഞാൻ പറഞ്ഞു തിരുമനസ്സ് ഇത്രയും വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ ആർക്ക് കൊടുക്കാനാ? നിങ്ങൾക്ക് തന്നില്ലേ, ഞാൻ ആർക്കാ കൊടുക്കേണ്ടത്? 1 ലക്ഷം രൂപയാണ്. ഞാൻ പിന്നെ എന്നൊരു ഫോട്ടോ എടുക്കട്ടെ, വേണ്ടൊന്നും പറ്റത്തില്ല. ഞാൻ പിന്നെ റെസിപ്റ്റ് എഴുതി അദ്ദേഹത്തിന് ഞാൻ കൊടുത്തു. ഇത് 100% ഇത് ഞങ്ങളുടെ ട്രാൻസ്പെറൻസി ഉണ്ട്. ഒരു വ്യവസ്ഥാപിതമായ രീതിയിൽ കൂടെയാണ് ഈ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പൈസ പോലും നിങ്ങൾ തരുന്നത് ഒരു അന്യ രീതിയിൽ വളരെ കഞ്ചൂസായിട്ടാണ് ഈ വർക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെ ഞങ്ങൾ 75 ലക്ഷം രൂപ ഞങ്ങൾ മുടക്കിയിട്ടുണ്ട്. എവിടെ നിന്ന് ദൈവം തമ്പുരാന് മാത്രമേ അറിയത്തുള്ളൂ. ഭാവിയിൽ നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും കാണിച്ചു കൊടുക്കാൻ ഓർത്തഡോക്സ് സഭയുടെ പാരമ്പര്യവും അതിൻ്റെ മഹത്വവും നമ്മുടെ പിതാക്കന്മാരുടെ സഹിഷ്ണുതയും ആ ധൈര്യവും കാണിച്ചു കൊടുക്കുവാനായിട്ട് ഈ സ്ഥാപനം ഇത് ഉയരണം. ഇവിടെ ഈ പള്ളി ഇത് ചെയ്യുന്നതോടൊപ്പം തന്നെ നല്ലൊരു മ്യൂസിയം നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. സഭാചരിത്രം മനസ്സിലാക്കത്തക്കവണ്ണമുള്ള നല്ലൊരു മ്യൂസിയം അവിടെ ഉണ്ടാകുന്നു. ഒരു മോനുമെൻ്റ് നമ്മൾ ഉണ്ടാക്കുന്നു. ബഹ്റിൻ ഇടവകയുടെ ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ ഈ റിക്വസ്റ്റ് ഞാൻ ഈ കൗൺസിലിൻ്റെ പേരിൽ ഇവിടെ വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ബാക്കി ഉച്ചയ്ക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ തിരിച്ചു പറയാൻ പറ്റുമാണ്. കൂനൻകുരിശ് ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റ് നമ്മുടെ പള്ളിയുമായിട്ടൊരു ബന്ധമുണ്ട്. അതിവിടെ പറഞ്ഞല്ലോ. ഈ ഇടവകയിൽ നിന്നാണ് ആദ്യമായിട്ട് അവിടെ ഒരു പിൽഗ്രിം ഗ്രൂപ്പ് ഈ കഴിഞ്ഞ സെൻറ്ററി സെലിബ്രേഷനോടനുബന്ധിച്ച് കാതോലിക് സെൻറ്ററിൽ പിൽഗ്രിമേജ് ആയിട്ട് അവിടെ ചെല്ലുന്നത്. നമുക്ക് വളരെ വളരെ നല്ലൊരു സ്വീകരണം അവിടെ ശ്രീ ജോൺ സാമുവലും സന്തോഷവും കൂടി അറേഞ്ച് ചെയ്തു. അത് പ്രത്യേകമായിട്ട് ഈ സമയത്ത് അനുസ്മരിക്കുകയും നന്ദിയോടെ ഓർക്കുകയും ചെയ്യുന്നു. കൂനൻകുരിശ് സത്യത്തിൻ്റെ വിവിധ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഈ ദിവസത്തിൻ്റെ പ്രത്യേകത അനുസ്മരിച്ചുകൊണ്ട് യുവജന പ്രസ്ഥാനം കൂനൻകുരിശ് സത്യത്തിൻ്റെ സിംബോളിക്കായിട്ടുള്ള വലിയ കുരിശും കയറും താഴത്തെ ഹോളിൽ വെച്ചിട്ടുണ്ട്. എല്ലാവരും അതിൽ ചെന്ന് തൊട്ടിട്ട് ഈ കൂനൻകുരിശ് സത്യത്തിൻ്റെ ഒരു അവയർനെസ് പുതുക്കി ഈ രക്തം തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചെറുകളിൽ കൂടി ഓടുന്നതെന്ന് ഉറപ്പുവരുത്തിയിട്ട് വേണം പോകുവാനായിട്ട്. ഈ പ്രൊജക്റ്റിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അതിനെ സംബന്ധിച്ച് പരിശുദ്ധ ബാബാതിമേനയുടെ കൽപ്പന നേരത്തെ വന്നിട്ടുള്ളതാണ്, ഇവിടെ വായിച്ചിട്ടുള്ളതാണ്. ഇവരെല്ലാം ഈ കാര്യങ്ങൾക്ക് വേണ്ടി നിയോഗിച്ചുകൊണ്ടുള്ള കൽപ്പന അത് ഇടവകയുടെ പൊതുയോഗം ചർച്ച ചെയ്ത് ഇതിനെ ഏത് രീതിയിൽ പിന്തുണയ്ക്കാമെന്നുള്ളത് തീരുമാനിച്ച് വേണ്ട ക്രമങ്ങൾ ചെയ്യുന്നതാണെന്നുള്ളത് ഈ സമയത്ത് അറിയിക്കുന്നു. ഇപ്പോൾ കൈമുത്ത് കഴിഞ്ഞിട്ട് നേർച്ച കഴിച്ചിട്ട് ഇതിൻ്റെ വിശദമായ ഒരു പഠനത്തിനും സെമിനാറിനും വേണ്ടി കഴിയുന്നിടത്തോളം ആളുകൾ വരണം. അവർക്ക് വേണ്ടി ഉച്ചയ്ക്ക് ഭക്ഷണവും ക്രമീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആരും അതോർത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല. 12 മണിക്ക് അത് അവസാനിക്കും. 2 മണിക്ക് പൊതുയോഗമുള്ളതാണ്. 12 അല്ലെങ്കിൽ 12:30 അവസാനിക്കും. 2 മണിക്ക് പൊതുയോഗത്തിൻ്റെ സെഷനുള്ളതാണ്. ഇതിനെ സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഇന്നത്തെ സാഹചര്യം ഏത് രീതിയിൽ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തി നമ്മൾ മുമ്പോട്ട് പോകണം എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കാനുള്ള ചുമതല നമുക്കുണ്ട്. ദയവായിട്ട് കഴിയുന്നിടത്തോളം ആളുകൾ ഈ സെമിനാറിൽ സംബന്ധിക്കണം എന്നുള്ള കാര്യം അറിയിക്കുന്നു. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഉച്ചയ്ക്ക് ഭക്ഷണം കൂടി ക്രമീകരിച്ചിരിക്കുന്നുള്ള കാര്യം അറിയിക്കുന്നു. ദയവായിട്ട് പങ്കുചേരണം. ദൈവം അനുഗ്രഹിക്കട്ടെ. ശ്രീ ജോൺ സാമുവലിന് എല്ലാവിധമായ നന്ദിയും അനുമോദനങ്ങളും ഇടവയുടെ പേരിൽ അറിയിക്കുന്നു. അബുദാബിയിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്ന മലങ്കര സഭ മാനേജിംഗ് കമ്മിറ്റി അംഗം മിസ്റ്റർ ജോൺ സാമുവൽ, കൂനൻകുരിശ് പ്രോജക്റ്റ് മട്ടാഞ്ചേരിയുടെ പ്രൊജക്റ്റ് കൺവീനറുമായ ശ്രീ ജോൺ സാമുവൽ, ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ സ്പെഷ്യൽ സ്പീക്കേഴ്സായ ശ്രീ പി വി പോൾ സർ, ശ്രീ അലക്സാണ്ടർ സർ, സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, വളരെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ നിൽക്കുന്നത്. പ്രത്യേകിച്ച് ഈ പ്രോജക്റ്റിനെ കുറിച്ച്
വളരെ അടുത്തറിഞ്ഞ ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മുടെ കാതോലിക്ക സെന്റിനറി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച തീർത്ഥയാത്രയിൽ മട്ടാഞ്ചേരി പള്ളി സന്ദർശിക്കാനുള്ള ഭാഗ്യം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കുണ്ടായി. അവിടെ കാണുവാൻ കഴിഞ്ഞ, ഇന്ന് കാണിച്ച ഈ സ്ലൈഡ് ഷോയിൽ കാണിച്ച എല്ലാ കാര്യങ്ങളും എനിക്ക് നേരിട്ട് കാണുവാൻ സാധിച്ചു എന്നത് വളരെ നന്ദിയോടെ, വളരെ സന്തോഷത്തോടെ ഞാൻ ഈ അവസരത്തിൽ സ്മരിക്കുകയാണ്. എല്ലാവിധ ആശംസകളും ഈ പ്രോജക്റ്റിന് വേണ്ടി നേർന്നുകൊണ്ട് ജോൺ സാമുവലിനെ ഈ മീറ്റിംഗിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. വേദിയിലിരിക്കുന്ന മാന്യ വ്യക്തികളെ, പ്രിയ സഹോദരങ്ങളെ, മലങ്കര സഭ ഒരു വലിയ നവോത്ഥാനത്തിൻ്റെ കാലഘട്ടം ആരംഭിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഇന്നുവരെ നമ്മൾ അനുവർത്തിച്ചു പോന്നിരുന്ന പല കാര്യങ്ങളുടെയും ആ രീതി ചില കാര്യങ്ങളിൽ അല്പം മാറ്റിയിട്ട് സഭയുടെ ചരിത്രവും പാരമ്പര്യവും വിശ്വാസവും വളർച്ചയുമൊക്കെ ഏത് വെല്ലുവിളികളെയും നേരിടത്തക്ക രീതിയിൽ ലോകത്തോട് പ്രചരിപ്പിക്കുവാനും പ്രഖ്യാപിക്കുവാനുമുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പ് അല്പം വൈകിയാണെങ്കിലും നമ്മളിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതിൽ വളരെയധികം സന്തോഷവും ചാരിതാർത്ഥ്യവും അനുഭവിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ. മാർത്തോമാ ശ്ലീഹായുടെ പൈതൃകം, അതിനെ അവസരം കിട്ടുമ്പോഴൊക്കെ ഏറ്റുപാടുന്ന നമ്മൾ ഏത് രീതിയിൽ അതിനെ ഭാരത ജനതയോട് അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ വരുന്ന വെല്ലുവിളികളോട് ഏത് രീതിയിൽ പ്രതികരിക്കണം എന്ന് വേണ്ട വിധത്തിൽ മനസ്സിലാക്കി പ്രവർത്തിക്കാതിരുന്നിട്ടുള്ളതിൻ്റെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും സഭ വളരെയധികം അനുഭവിച്ചിട്ടുണ്ട്. കൂൻകുരിശു സത്യം എന്താണെന്നുള്ളതിനെക്കുറിച്ച് കുട്ടികളായിരുന്ന സൺഡേ സ്കൂളിൽ പഠിച്ചിട്ടുള്ളപ്പോൾ നമ്മൾ ചരിത്ര പുസ്തകത്തിലെ ഒരു അധ്യായത്തിൽ പഠിച്ചിട്ടുണ്ട്. ആ പഠിച്ചിട്ടുള്ള ഭാഗത്തു നിന്ന് പരീക്ഷയ്ക്ക് ചോദ്യം വന്നിട്ടുണ്ട്. നമ്മളൊക്കെ എഴുതിയിട്ടുണ്ട്, മാർക്ക് വാങ്ങിച്ചിട്ടുണ്ട്, പാസ്സായിട്ടുണ്ട്. എന്നാൽ അന്നൊന്നും നമ്മുടെ ഹൃദയത്തെ ഇതെന്താണെന്നുള്ളത് വേണ്ട രീതിയിൽ സ്പർശിക്കുവാനുള്ള രീതികളോ മാധ്യമങ്ങളോ അല്ലെങ്കിൽ അവയർനെസ്സോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. ചരിത്രം പഠിച്ചു, അതവിടെ അങ്ങനെ വിട്ടു. അടുത്ത ക്ലാസ്സിലേക്ക് പോയി അതിൻ്റെ ബാക്കി പഠിച്ചു, നമ്മളിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. എന്നാൽ അതിൻ്റെ യഥാർത്ഥമായ ഉള്ളടക്കം എന്താണ്, അതിൻ്റെ ആത്മാവ് എന്താണ് എന്നുള്ളത് ശരിയായ രീതിയിൽ മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് അതിനോട് നമുക്ക് ഒരു പ്രതിബദ്ധത ഉണ്ടാകുന്നത്. അതിനുള്ള ഒരു വലിയ സംരംഭമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കൂൻകുരിശ് ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റിൻ്റെ അതിൻ്റെ ഡെവലപ്മെൻറ്റ് കൗൺസിലിൻ്റെ ചുമതലയിൽ പ്രത്യേകമായിട്ട് ശ്രീ ജോൺ സാമുവൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ വലിയ മഹനീയമായ ഈ ദൗത്യം, അവിടെ ഒരു പ്രസ്ഥാനം ഉണ്ടാക്കി അതിൻ്റെ ആർക്കിടെക്ചറലായിട്ടുള്ള വൈശിഷ്ട്യമോ അല്ലെങ്കിൽ ഇത്ര കോടി രൂപ അതിന് മുടക്കുക എന്നുള്ളതോ അതിനെക്കുറിച്ച് വരുന്ന കളർഫുള്ളായിട്ടുള്ള ചിത്രങ്ങളോ കാര്യങ്ങളോ ഒന്നുമല്ല. മലങ്കര സഭയിലെ ഓരോ വിശ്വാസിയുടെയും ഓരോ വ്യക്തിയുടെയും ഹൃദയത്തിൽ ഈ കൂൻകുരിശ് സത്യത്തിൻ്റെ ആത്മാവിനെ, അതിൻ്റെ ആ താല്പര്യത്തെ, അതിൻ്റെ ആ വികാരത്തെ പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ദൗത്യമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏറ്റവും ആവശ്യമായിട്ടുള്ളതും അതുതന്നെയാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പണം ധാരാളമായിട്ട് നമുക്കുണ്ടാകും. പണം നൽകുവാൻ ആസ്തിയുള്ളവരുണ്ട്, മനസ്സുള്ളവരുണ്ട്. പക്ഷേ ഈ അവയർനെസ് ഓരോ വ്യക്തിയിലേക്കും ഉണ്ടാകുമ്പോൾ മാത്രമാണ് സഭ ധന്യമാകുന്നത്, സഭയ്ക്ക് പ്രയോജനപ്പെടുന്നത്. മറ്റത് പ്രയോജനമല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇതെന്താണെന്നുള്ളത് പൂർണ്ണമായി മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും ആവശ്യമായിരിക്കുന്ന ഒരു കാലഘട്ടം അതിക്രമിച്ചിരിക്കുകയാണെന്നുള്ളത് തിരിച്ചറിയാൻ ഇപ്പോൾ നമുക്ക് സാധിച്ചിരിക്കുന്നു എന്നുള്ളത് സഭയുടെ ഭാവിയുടെ ഒരു വളരെ നല്ല ശോഭനമായ ഒരു അവസ്ഥയിലേക്കുള്ള ഒരു നോട്ടത്തിന് അല്ലെങ്കിൽ ഒരു കാത്തിരിപ്പിന് നമുക്ക് അവസരം നൽകുകയാണ്.
ഈ പ്രയത്നത്തെ വളരെയധികം ശ്ലാഘിക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് നിങ്ങളെല്ലാവരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയും ഈ സമയം ഇവിടെ നിങ്ങൾ ഇരിക്കാനായിട്ട് കാണിച്ച ആ ക്ഷമയും സന്മനസ്സും ആവശ്യബോധവും വളരെ വളരെ സഭയ്ക്ക് വിലപ്പെട്ടതാണെന്നുള്ളത് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത് കുറേ പേർ കൂടെ വേണമെങ്കിലും വരാം, അസൗകര്യങ്ങൾ ഉണ്ടായിട്ടൊന്നുമല്ല. നമ്മുടെ ആളുകളുടെ പ്രതികരണം അങ്ങനെയായിരിക്കും. ചിലർ കാര്യങ്ങൾ താല്പര്യമായിട്ട് വരും, ചിലർ പള്ളിയിൽ വന്ന് അത്യാവശ്യത്തിന് കഴിഞ്ഞിട്ടങ്ങ് പോവും. മുമ്പേ പള്ളിയിൽ പ്രസംഗിച്ചപ്പോൾ കുറേ ആളുകൾക്ക് അതും അസ്വസ്ഥത ഉണ്ടാക്കി കാണാം. പക്ഷേ പായസത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യണമോ എന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ വെയിറ്റ് ചെയ്തായിരിക്കും. അങ്ങനെ എല്ലാ തരത്തിലുമുള്ള ഉണ്ട്. ഇത് ഇത്രയ്ക്ക് ആവശ്യപ്പെട്ട ആളുകൾ വരണമെന്നുള്ളതുകൊണ്ടാണ് ഭക്ഷണം കൂടി നമ്മൾ അറേഞ്ച് ചെയ്തത്. അപ്പോൾ നിങ്ങളുടെ ഈ സമയം ചെലവഴിക്കാനുള്ള, ഇതിനുവേണ്ടി താല്പര്യപൂർവ്വം വരാനുള്ള ആ ഒരു ഒരുക്കം സഭയ്ക്ക് വളരെ 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 വിലപ്പെട്ടതാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെല്ലാവരെയും ആ കാര്യത്തിൽ ഞാൻ അനുമോദിക്കുകയും ചെയ്യുന്നു. ഭാരതത്തിൽ ജനിച്ചു വളർന്ന ഏത് മനുഷ്യനും സ്വാതന്ത്ര്യം അതിൻ്റെ മഹത്വം മനസ്സിലാക്കും. അതിനുവേണ്ടി നമ്മളാരും കഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും നമ്മുടെ പൂർവികർ എത്രമാത്രം അതിനുവേണ്ടി അടരാടിയിട്ടുണ്ടെന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. മലങ്കര സഭയെ സംബന്ധിച്ചും അതുപോലെ തന്നെയാണ്. മലങ്കര സഭയുടെ സ്വാതന്ത്ര്യവും തനിമയും ഭാരത മണ്ണിനോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള ആ വളർച്ചയും മുന്നോട്ട് അനുസ്യൂതം പോവുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഇന്നലെ ജോൺ സാമുവൽ സംസാരിച്ചപ്പോൾ വളരെ നല്ല ഒരു വിഷൻ അദ്ദേഹം പറയുകയായിരുന്നു. നമ്മളെല്ലാവരും ചരിത്രം പഠിക്കുകയും പഠിപ്പിക്കുകയും അത് പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്യും. പക്ഷേ ഇന്ന് കറണ്ടായിട്ട് നമ്മുടെ സഭ നേരിടുന്ന പ്രശ്നങ്ങൾ വളരെയധികമാണ്. ആ വെല്ലുവിളികളെ മനസ്സിലാക്കാനും ഇന്നത്തെ സാഹചര്യത്തിൽ ഏത് രീതിയിൽ അതിനോട് പ്രതികരിക്കണം, അല്ലെങ്കിൽ സഭയ്ക്ക് ഭാരത മണ്ണിൻ്റെ തനിമയോടുകൂടിയ ഒരു ശോഭനമായ ഭാവി എങ്ങനെ ഉണ്ടാക്കാം, ഇനിയുള്ള ചരിത്രം, വരാൻ പോകുന്ന ചരിത്രം എന്താണ്, അല്ലെങ്കിൽ അടുത്ത 100 വർഷം കഴിയുമ്പോൾ മലങ്കര സഭയുടെ ചരിത്രം എന്തായിരിക്കും എന്നുള്ളത് ഒരു പരിധിവരെ നമുക്ക് തീരുമാനിക്കാൻ സാധിക്കും. ഒരുപക്ഷെ പല സമയത്തും നമ്മളത് വിട്ടുപോയിട്ടുണ്ടാകും. വന്നതൊക്കെ വന്ന വഴിയെ പോയി. ഒരുപക്ഷെ ക്രിസ്തു സത്യം പ്രഖ്യാപിച്ച സമയത്ത് ആ പിതാക്കന്മാർ അങ്ങനെ ധൈര്യപൂർവ്വമുള്ള ഒരു ചരിത്ര തീരുമാനം എടുത്ത് അതിനുവേണ്ടി ജീവൻ പോലും പോയേക്കാവുന്ന അവസ്ഥയിലും അതിനുവേണ്ടി പിടിച്ചു നിന്ന് ആ സത്യപ്രഖ്യാപനം നടത്തിയതുകൊണ്ടാണ് ഇന്ന് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാൻ പോലും അവകാശമുള്ളത്. ഇല്ലെങ്കിൽ ഇന്ന് നമ്മൾ അടിമകളായിരുന്നേനെ എന്നുള്ളത് ഓർക്കണം. ഇല്ലെങ്കിൽ നമ്മൾ അടിമകളായിരുന്നേനെ. ഇന്ന് പലരും അടിമയായിരിക്കുന്നതിൽ സന്തോഷിക്കുന്നവരുണ്ടായിരിക്കും. പക്ഷെ നമ്മളെ കൊണ്ടത് സാധ്യമല്ല. യാതൊരു വൈദേശിക മേധാവിത്വത്തിൻ്റെയും ബലത്തിന് കീഴിൽ നിൽക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അതിനെ അംഗീകരിക്കാൻ നമുക്ക് സാധ്യമല്ല. ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് മുമ്പേ തന്നെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് മലങ്കര സഭയോട് പ്രഖ്യാപിച്ചിട്ട് നമ്മുടെ പിതാക്കന്മാർ കാണിച്ചു തന്നിട്ടുള്ളത് അതാണ്. അതുകൊണ്ട് അവരൊന്നും ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്ന് സ്വാതന്ത്ര്യം എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു ദേശീയ സഭ എന്നുള്ളത്, ഭാരതീയമായ സഭ എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കാനോ സംസാരിക്കാനോ ഈ സഭയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് എന്തെങ്കിലും ഉൾക്കൊള്ളുവാനോ അറിയുവാനോ നമുക്ക് അവകാശമില്ലാത്ത ഒരു അടിമ സമൂഹമായിട്ട് ഇന്നും നമ്മൾ നിന്നേനെ. ആ സ്വാതന്ത്ര്യത്തിൻ്റെ വലിപ്പം, അതിൻ്റെ ശ്രേഷ്ഠത മനസ്സിലാക്കുകയും അതിനെ വളർത്തിക്കൊണ്ടു പോകാനും അടുത്ത 100 വർഷത്തെ സഭയുടെ ഭാവി ഏത് രീതിയിൽ ഉണ്ടാകാമെന്നുള്ളതിനെക്കുറിച്ച് വളരെ കൂർമ്മബുദ്ധിയോടുകൂടി ചിന്തിക്കുവാനുമുള്ള ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കും, വളർത്തും. അതിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് ഞാൻ ഈ സെമിനാർ ഇവിടെ ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ ഇതിൻ്റെ മോഡറേറ്ററായിട്ട് ശ്രീ ബിജു എബ്രഹാമാണ് ഉള്ളത്. അതോടൊപ്പം ശ്രീ പി വി പോളും ശ്രീ അലക്സാണ്ടർ തോമസും പാനലിൽ ഉണ്ട്. അവർ ഓരോ വിഷയങ്ങളെക്കുറിച്ച്, ഓരോ കാര്യങ്ങളെക്കുറിച്ച് വളരെ ചുരുക്കമായിട്ട് ബ്രീഫായിട്ട് സംസാരിക്കും. അതിനുശേഷം ഒരു ഇൻറ്ററാക്റ്റീവ് സെഷനാണ് ഉദ്ദേശിക്കുന്നത്. ഏത് പോയിന്റിലും നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യാനും സംസാരിക്കാനും ഇൻറ്ററാക്ഷൻ നടത്താനും അങ്ങനെ എല്ലാവരുടെയും അറിവ് വർദ്ധിപ്പിക്കാനും ഇവിടെ അവസരമുണ്ട്. നിങ്ങളെ എല്ലാവരെയും അതിലേക്ക് ക്ഷണിക്കുന്നു. മോഡറേറ്റർ ഒരു വാക്ക് പറഞ്ഞിട്ട് സെഷൻ ആരംഭിക്കും. ബഹുമാനപ്പെട്ട അച്ഛൻ, കത്തീഡ്രൽ സെക്രട്ടറി ബിനിരാജ്, ശ്രീ ജോൺ സാമുവൽ, പി പോൾ സാർ, അലക്സാണ്ടർ സാർ, സുഹൃത്തുക്കളെ, മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം 1653 വിപ്ലവം, കൂനംകുരിശ് സത്യം വലിയ ഒരു പ്രസക്തിയുണ്ട്. ചരിത്രമായിട്ടും വർത്തമാനകാലത്തും ഭാവി കാലത്തേക്കും
പ്രധാനമായിട്ടും നമ്മൾ ഈ സെമിനാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചരിത്രം നമുക്ക് മിക്കവാറും എല്ലാവരും നമ്മൾ സൺഡേ സ്കൂളിൽ പഠിച്ചതാണ്, പല പ്രസംഗങ്ങളിലൂടെ നമ്മൾ കേട്ടതാണ്. പ്രധാനമായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ വർത്തമാന കാലത്ത്, ഭാവി കാലത്ത് ഈ കൂനൻകുടി സത്യത്തെ എത്രമാത്രം നമ്മുടെ സഭയുടെ ഇതിനെപ്പറ്റി നിർണ്ണയിക്കാൻ, അതിൻ്റെ സ്വാതന്ത്ര്യത്തെപ്പറ്റി അല്ലെങ്കിൽ അതിൻ്റെ അന്തസ്സത്തെപ്പറ്റി നിർണ്ണയിക്കാനായിട്ട് നമുക്ക് കഴിയും എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ടും കാര്യങ്ങൾ കിടക്കുന്നതിന് മുമ്പായിട്ട് ഇവിടെ നേതൃത്വം നൽകാനായിട്ട് വന്നിരിക്കുന്ന ജോൺ ഷാമുവേലിനെ പറ്റി 2 വാക്ക് പറയട്ടെ. ജോൺ ഷാമുവേൽ കുടശനാട് സെൻറ്റ് സ്റ്റീഫൻസ് കത്തീഡ്രലിലെ അംഗമാണ്. കഴിഞ്ഞ 32 വർഷമായിട്ട് സെൻറ്റ് ജോർജ് കത്തീഡ്രൽ, അബുദാബി സെൻറ്റ് ജോർജ് കത്തീഡ്രലിലെ അംഗമാണ്. സ്വന്തമായിട്ട് ഒരു ബിസിനസ് നടത്തുന്ന ആളാണ്. അദ്ദേഹം ചെറുപ്പകാലം തൊട്ട് മലങ്കര സഭയുടെ എല്ലാ കാര്യങ്ങളിലും, പള്ളി കാര്യങ്ങളിലും വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. മാനേജിംഗ് കമ്മിറ്റി മെമ്പറാണ് പരിശുദ്ധ കാതോലിക്ക സഭയുടെ നോമിനിയായിട്ട്. ഇപ്പോൾ കൂനൻകുരിശ് പിൽഗ്രിമേജ് സെൻറ്റർ പ്രോജക്റ്റിൻ്റെ കൺവീനറായിട്ട് പ്രവർത്തിക്കുന്നു. പ്രധാനമായിട്ടും നമ്മൾ ഈ സെമിനാർ കൊണ്ട് ഉദ്ദേശിക്കുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇത് മലങ്കര സഭയുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയ, സാമൂഹിക, സാമുദായിക ചുറ്റുപാടിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ട് ഇത് ഒരു ഭാരതീയ സഭയാണ് എന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയണം. അതാണ് ഒന്ന്. രണ്ടാമത്, മറ്റ് സഭകൾ, ധാരാളം സഭകൾ 1653 കൂനൻകുരി സത്യത്തിൽ കഴിഞ്ഞിട്ട് ഉണ്ടായിട്ടുണ്ട്. ഈ സഭകളിൽ നിന്ന് വിഭിന്നമായിട്ട് 100% മർത്തോമാ ശ്ലീഹായുടെ പൈതൃകത്വം അവകാശപ്പെടുന്ന സഭയാണ് നമ്മുടെ സഭയെന്ന് നമുക്ക് അവകാശപ്പെടാൻ കഴിയണം. ഈ 2 കാര്യങ്ങളാണ് നമ്മൾ ഈ സെമിനാറിൻ്റെ ഒരു ഔട്ട്കമായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടിയാണ് 2 സൺഡേ സ്കൂളിലെ 2 പ്രഗത്ഭരായ അധ്യാപകരെ നമ്മളിതിന് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇവർ 2 പേരും ഇപ്പോൾ ഇതിൻ്റെ 2 വശങ്ങൾ, ഒന്ന് മറ്റ് സഭകളുടെ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെടുത്തി അതിൽ കൂടെ മലങ്കര സഭ 100% മർത്തോമാ ശ്ലീഹായുടെ പൈതൃകത്വം അവകാശപ്പെടുന്ന സഭയാണെന്ന് സ്ഥാപിക്കുക. രണ്ടാമത്തേത്, ഇന്നത്തെ സാമൂഹിക ചുറ്റുപാടിൽ നിന്നുകൊണ്ട് ഇതൊരു ഭാരതീയ സഭയാണ്, ഭാരതത്തിൻ്റെ മണ്ണിൽ വളർന്ന സഭയാണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യാനും നമുക്ക് കഴിയണം. അതുകൊണ്ട് ഇപ്പോൾ ഇവർ 2 പേരും അവരുടെ ഇത് അവതരിപ്പിക്കുമ്പോൾ പ്രധാനമായിട്ടും ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു അച്ഛൻ പറഞ്ഞ പോലെ ഒരു ഇൻട്രാക്ഷനാണ്. നിങ്ങൾ സംസാരിക്കണം, അച്ഛൻ സംസാരിക്കണം, ശ്രീ ജോൺ ഷാമുവേൽ സംസാരിക്കണം, വിനിരാജ് സംസാരിക്കണം, എല്ലാവരും കൂടെ സംസാരിച്ച് ഇതൊരു ലൈവ്ലി ആക്കിക്കൊണ്ട് ഈ സെമിനാർ മുന്നോട്ട് പോകണം. അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ട് ഈ മറ്റ് സഭകളുടെ സ്ഥാപനവും അതിൽ നിർത്തിക്കൊണ്ട് മലങ്കര സഭ 100% മർത്തോമാ ശ്ലീഹായുടെ സ്ഥാപിച്ച സഭയാണ് എന്ന്, മാതൃസഭയാണ് എന്ന് അവകാശപ്പെടാൻ കഴിയണം. അതിനുവേണ്ടി ആദ്യമായിട്ട് ശ്രീ പി പോൾ സാറിനെ ഞാൻ ക്ഷണിക്കുകയാണ്. ചരിത്ര അവബോധം എന്ന് പറയുന്നത് നമ്മുടെ വ്യക്തിത്വത്തെയും കാഴ്ചപ്പാടിനും തെളിമയും ശക്തിയും നൽകുന്ന ഒരു സംഗതിയാണ് ചരിത്ര അവബോധം. ചരിത്രം അറിയുന്നവന് അവൻ്റെ സ്വന്തം വ്യക്തിത്വം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അവൻ്റെ കാഴ്ചപ്പാടുകൾക്കും വ്യക്തതയുണ്ടായിരിക്കും. ഒരു മരം, അതിൻ്റെ ശക്തി എന്ന് പറയുന്നത് മണ്ണിൽ മറഞ്ഞു നിൽക്കുന്ന അതിൻ്റെ വേരുകളാണ്. വേരുകൾക്ക് ശക്തിയില്ലെങ്കിൽ, വേരുകളില്ലെങ്കിൽ ഒരു കാറ്റടിക്കുമ്പോൾ ആ മരം മറിഞ്ഞു വീഴും. ശക്തിയുള്ള വേരുകളുള്ള മരങ്ങൾ ഏത് കാറ്റിലും ഏതു പ്രളയത്തിലും ശക്തിയായിട്ട് നിലനിൽക്കും. ഇതുപോലെ ചരിത്രം അറിയാവുന്ന ഒരു ആൾക്ക് സ്വന്തം വ്യക്തിത്വം, സ്വന്തം കാഴ്ചപ്പാടുകൾ, അതിന് ശക്തി ഉണ്ടായിരിക്കും, തെളിച്ചമുണ്ടായിരിക്കും. നമ്മളും ഇന്നത്തെ ലോകത്തിലെ ഓരോ പ്രലോഭനങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ നമുക്ക് ചരിത്ര അവബോധമുണ്ടെങ്കിൽ നമുക്ക് ശക്തിയായിട്ട് അതിനോട് പ്രതികരിക്കാനും പ്രതിബദ്ധത പുലർത്തുവാനും സാധിക്കും. അതുകൊണ്ട് ചരിത്രത്തെപ്പറ്റി അറിയുന്നത് നല്ലതാണ്. പലർക്കും അതിൻ്റെ ആവശ്യകത എന്താണെന്ന് മനസ്സിലാകാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഉദാഹരണമൊക്കെ പറഞ്ഞത്. മാർത്തോമാ ശ്ലീഹ കർത്താവ് ഒരു സഭയെ സ്ഥാപിച്ചുള്ളൂ. അതിന് പേരൊന്നും ഉണ്ടായിരുന്നില്ല. പ്രൊട്ടസ്റ്റന്റ് സഭയെന്നോ ഓർത്തഡോക്സ് സഭയെന്നോ കത്തോലിക്ക സഭയെന്നോ പേരുണ്ടായിരുന്നില്ല. കർത്താവ് ഒരു സഭ സ്ഥാപിച്ചു. ആ സഭ പ്രാദേശികമായിട്ട് വളർന്നു. ആദ്യം വളർന്നത് റോമൻ സാമ്രാജ്യത്തിലും
പിന്നീട് പേർഷ്യൻ സാമ്രാജ്യത്തിലും അവിടുന്ന് എമ്പാടും അത് പടർന്ന് പന്തലിച്ചു. അത് സീഹന്മാർ മാർത്തോമാ ശ്ലീഹ ഇന്ത്യയിൽ വന്നു. ഇന്ത്യയിൽ സുവിശേഷം അറിയിച്ചു. നമ്മുടെ സഭ 52 മുതൽ AD 52 മുതൽ ചരിത്രത്തിൻ്റെ നാഴികക്കല്ല് ആയ 52 മുതൽ ഒരു ക്രിസ്ത്യൻ സമൂഹം ഇന്ത്യയിൽ വളരാൻ തുടങ്ങി. അതിന് പ്രത്യേക പേരുകളൊന്നും ഉണ്ടായിരുന്നില്ല. നസ്രാണി സമൂഹം, മലങ്കര നസ്രാണീസ്, മലങ്കര എന്ന് പറയുന്ന പ്രാദേശികമായ പേരും കർത്താവിന് നസ്രായനായ യേശുവിനെ പിന്തുടർന്നുകൊണ്ട് നസ്രാണി എന്നുള്ള പേരും വന്നു. മലങ്കര നസ്രാണികൾ 52 മുതൽ ഭാരതത്തിൻ്റെ ഭാഗമായിരുന്നു. അവർ ഈ മണ്ണിൻ്റെ മക്കളായിരുന്നു. ഈ മലങ്കര അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ മണ്ണിൻ്റെ മക്കളായിരുന്നു. ആ ആദ്യകാലഘട്ടങ്ങളിൽ ഈ മലങ്കര നസ്രാണികളുമായിട്ടും മലങ്കരയിലുള്ള ക്രിസ്ത്യൻ സമൂഹമായിട്ട് ബന്ധപ്പെട്ടിരുന്നത് പേർഷ്യൻ സമൂഹമായിരുന്നു. പേർഷ്യയിൽ വളർന്ന ക്രിസ്ത്യൻ സമൂഹം പണ്ട് മുതലേ BC മുതലേ കേരളവുമായിട്ട് പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ബന്ധമുണ്ട്, വ്യാപാര ബന്ധങ്ങളുണ്ട്. ആ ബന്ധത്തിൽ ട്രേഡ് റൂട്ട് ഉണ്ടായിരുന്നു മലബാർ കോസ്റ്റിലേക്ക്. ആ ട്രേഡ് റൂട്ടിൽ കൂടിയാണ് മാർത്തോമാ ശ്ലീഹായും പേർഷ്യയിലെ എഡേസയിൽ നിന്ന് ഭാരതത്തിലേക്ക് സഞ്ചരിച്ചതും ഇവിടെ സുവിശേഷം അറിയിച്ചതും ഇവിടെ ഒരു ക്രിസ്ത്യൻ സമൂഹം വളർന്നു വന്നതും. പേർഷ്യൻ സഭയിലെ ഒരു കറുത്ത കാലഘട്ടമുണ്ടായിരുന്നു. AD 337 മുതൽ AD 775 വരെ എംപറർ സാഫോറിൻ്റെ കാലത്ത് അവിടെ ക്രിസ്തീയ പീഡനങ്ങൾ നടന്നു. ആ കാലഘട്ടത്തിൽ AD 337 മുതൽ AD 775 വരെ ഉള്ള കാലഘട്ടം, AD 375 വരെയുള്ള കാലം, 337 മുതൽ 375 വരെയുള്ള കാലഘട്ടത്തിൽ എംപറർ സാഫോറിൻ്റെ കാലത്ത് അവിടെ ക്രിസ്ത്യൻ പീഡനം നടന്നപ്പോൾ അവിടുന്ന് സമാധാനം അന്വേഷിച്ച് വന്ന ഒരു വ്യക്തിയായിരുന്നു ക്നായി തോമ. ക്നാനായ എന്ന വാക്കിൻ്റെ അർത്ഥം വ്യാപാരി എന്ന അർത്ഥം. ഈ തോമ അദ്ദേഹം അവിടെ നിന്നുള്ള 400 ആളുകളോട് കൂടിയിട്ട് ഒരു ഫ്ലീറ്റ് ഓഫ് ഷിപ്സിൽ മലബാർ തീരത്തേക്ക് വന്നു. കാരണം പരിചയമുള്ള സ്ഥലമാണ്, ട്രേഡ് വ്യാപാര ബന്ധത്തിൽ പരിചയമുള്ള സ്ഥലത്താണ്. അവിടെ വന്നു. കൊടുങ്ങല്ലൂരിൽ അദ്ദേഹം ആദ്യം വന്നിറങ്ങി. അവിടെ കച്ചവടം നടത്താനായിട്ട് അവിടുത്തെ ലോക്കൽ രാജാവിൻ്റെ അനുവാദം കിട്ടി. മഹാദേവപുരം എന്ന് പറഞ്ഞ പട്ടണത്തിൻ്റെ തെക്കേ ഭാഗത്ത് രാജാവ് കരമൊഴിയുമായിട്ട് അവർക്ക് കുറേ സ്ഥലം കൊടുത്തു. അവിടെ ക്നായി തോമയും അദ്ദേഹത്തിന് കൂടെ വന്ന ആളുകളും അവിടെ സ്ഥാപിച്ചു. അവരുടെ വിശ്വാസവും മലങ്കര വിശ്വാസങ്ങളും ഒന്നായിരുന്നു. ആചാരങ്ങളിൽ മാത്രമേ വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ. ചെറിയ വ്യത്യാസങ്ങൾ ആചാരങ്ങളുണ്ടായിരുന്നു. ഓഫ് കോഴ്സ് അവർ പേർഷ്യൻ ആയിരുന്നു, ഇത് മലങ്കര ഭാരതത്തിലെ ജനങ്ങളുമായിരുന്നു. ആ വിശ്വാസം ഒന്നായിരുന്നു. കാലക്രമേണ നൂറ്റാണ്ടുകൾ കടന്നപ്പോൾ ഈ ക്നാനായ സമൂഹവും മലങ്കര നസ്രാണി സമൂഹവും ഒന്നായിട്ട് തീർന്നു. അങ്ങനെ അതിൻ്റെ ബേസിൽ 1836 മലങ്കര അസോസിയേഷൻ നടന്നു. മലങ്കര അസോസിയേഷൻ തീരുമാനിച്ചു ഇനിയും CMS മിഷണറിമാരുമായിട്ട് നമുക്ക് ബന്ധം വേണ്ട. അങ്ങനെ 1836 അവരുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. 1840 നടന്ന അമിക്കബിൾ സെറ്റിൽമെൻറ്റിൽ കൊച്ചിൻ അവാർഡ് എന്ന് പറയും. കൊച്ചിൻ അവാർഡിൽ അവരുമായിട്ടുള്ള ബന്ധങ്ങൾ വിടർത്തി സ്വത്തുക്കളും ഇതെല്ലാം തീരുമാനിച്ച് ഇന്ന പള്ളികൾ ഇന്ന ആൾക്ക്, ഇന്ന സ്ഥലം ഇന്ന ആൾക്ക് അങ്ങനെ കൊടുത്ത് ആംഗ്ലിക്കൻ ചർച്ചുമായിട്ട് CMS മിഷണറീസുമായിട്ട് നമ്മുടെ ഈ സഭ വേർപിരിഞ്ഞു 1840. ആ സമയത്തുണ്ടായ വേറൊരു സംഭവ വികാസമാണ് ഈ ഫാക്കൽറ്റിയിലുണ്ടായിരുന്ന, ഈ വൈദ്യസമനെ പഠിപ്പിക്കുന്ന ഫാക്കൽറ്റിയിലുണ്ടായിരുന്ന ചിലർ ഈ ആംഗ്ലിക്കൻ ഫാക്കൽറ്റിയുമായിട്ട് വളരെ അടുത്തു പോകുന്ന ആളുകളായിരുന്നു. അതിൽ ഒരാളായിരുന്നു ഇവിടെ സുറിയാനി പഠിപ്പിച്ചിരുന്ന പാലക്കുന്നത്ത് എബ്രഹാം മൽപ്പാൻ. അദ്ദേഹം മലങ്കര മെത്രാപ്പോലീത്തയുടെ ഉപദേശത്തിന് എതിരായിട്ട് മാരാമൺ അച്ഛനാണ് അദ്ദേഹം. പാലക്കുന്നത്ത് എബ്രഹാം മൽപ്പാൻ മാരാമണിൽ വെച്ച്
ഒരു കുർബാന നടത്തി, നമ്മുടെ പോലെയല്ല ആംഗ്ലിക്കൻ ടൈപ്പിലുള്ള റിഫോർമേഷൻ ടൈപ്പിലുള്ള കുർബാന നടത്തി മലങ്കര മെത്രാപ്പോലീത്ത അദ്ദേഹത്തെ മുടക്കി. അദ്ദേഹത്തെയും മാരാമൺ ഇടവകയിൽ ആ കുർബാന അനുഭവിച്ച് പങ്കെടുത്ത എല്ലാവരെയും മുടക്കി. അതിനുശേഷം അദ്ദേഹം അതിന് പകരം ആയിട്ട് ചെയ്ത അതിൻ്റെ റിയാക്ഷൻ അദ്ദേഹം ചെയ്ത് അദ്ദേഹത്തിൻ്റെ സഹോദരപുത്രനെ ഡീക്കൺ മാത്യൂസ്, ചെറുപ്പക്കാരനൊരു പയ്യൻ 24 വയസ്സുള്ള ഡീക്കൺ മാത്യൂസിനെ അദ്ദേഹം അന്ത്യോക്യയിലേക്ക് അയച്ച് അന്ത്യോക്യൻ പാത്രിക്കീസ് അദ്ദേഹത്തെ മെത്രാപ്പോലിത്ത എന്നാണ് ക്ലെയിം. എനിഹൗ ഡീക്കൺ മാത്യൂസ് തിരിച്ചു വന്നത് ഒരു മെത്രാപ്പോലിത്തയായിട്ടാണ്. അദ്ദേഹം വാസ് നോൺ ആസ് മാത്യൂസ് മാർ അത്തനേഷ്യസ്. മാത്യൂസ് മാർ അത്തനേഷ്യസ് ഇവിടെ വന്നു. അദ്ദേഹത്തിന് സീമസ് മിഷണറിമാരുടെ ബ്രിട്ടീഷ് റെസിഡൻറ്റിൻ്റെ എല്ലാം സപ്പോർട്ടുണ്ടായിരുന്നു. കാരണം റിഫോമിസ്റ്റ് ഗ്രൂപ്പിൻ്റെ റെപ്രസെൻറ്റേറ്റീവാണ്. അദ്ദേഹം നേരെ കൊട്ടാരത്തിലേക്ക് ചെന്നു, രാജാവിൻ്റെ അംഗീകാരം മേടിച്ചു, റെക്കഗ്നിഷൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ നസ്രാണി സമൂഹത്തിൻ്റെ ഹെഡായിട്ട് മാറി മാത്യൂസ് മാർ അത്തനേഷ്യസ്. അങ്ങനെ ഈ പാലക്കുന്ന് എബ്രഹാം മൽപ്പാനെ മുടക്കിയെങ്കിൽ അതിന് പ്രതികാരമായിട്ട് മാത്യൂസ് മാർ അത്തനേഷ്യസ് മെത്രാപ്പോലിത്തയായി ഈ സഭയുടെ മുഴുവൻ നേതാവായിട്ട് മാറി. എല്ലാ വൈദിക സെമിനാരിയും എല്ലാം അദ്ദേഹത്തിൻ്റെ കൺട്രോളിലായി. കുറേ വർഷങ്ങൾ കഴിഞ്ഞു, റിഫോർമേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അച്ഛന്മാരെ റിഫോർമേഷൻ പഠിപ്പിക്കുന്നു, പുതിയ പ്രൊട്ടസ്റ്റന്റ് തിയോളജി പഠിപ്പിക്കുന്നു. അപ്പോൾ അതിനെതിരായിട്ട് പ്രതികരിക്കാൻ വേണ്ടി നമ്മുടെ പിതാക്കന്മാർ ജോസഫ് പുലിക്കോട്ടിൽ ജോസഫ് കശീശയെ ഈ മാത്യൂസ് മാർ അത്തനേഷ്യസിനെ ബിഷപ്പാക്കിയ അതേ പാത്രിക്കീസിൻ്റെ അടുത്തേക്ക് തന്നെ അയച്ചു. അദ്ദേഹത്തെയും ഒരു ബിഷപ്പാക്കി ഇങ്ങോട്ട് അയച്ചു. അദ്ദേഹം വാസ് നോൺ ആസ് ഇൻ ദ നെയിം പുലിക്കോട്ടിൽ ജോസഫ് മാർ ഡയനേഷ്യസ്. അങ്ങനെ ജോസഫ് മാർ ഡയനേഷ്യസ് ഇവിടെ ബിഷപ്പായിട്ട് വന്നെങ്കിലും റിഫോർമേഷന് എതിരായിട്ട് അദ്ദേഹം ശ്രമിച്ചു നോക്കിയെങ്കിലും അധികാരം മാത്യൂസ് മാർ അത്തനേഷ്യസിൻ്റെ കയ്യിലാണ്. ഒരേ ഒരു വഴിയുള്ളൂ, ഇദ്ദേഹത്തിന് പട്ടം കൊടുത്ത ആളെ തന്നെ ഇവിടെ വിളിച്ചുകൊണ്ട് വരണം. അതുകൊണ്ട് അദ്ദേഹത്തെ പത്രോസ് തൃതീയൻ ബാവയെ ഇവിടെ കൊണ്ടുവന്നു. അദ്ദേഹം ട്രാവൻകൂർ ഹൈനസിനെ പോയി കണ്ടു. അദ്ദേഹം ഈ കൊടുത്ത റെക്കഗ്നിഷൻ പിൻവലിച്ചു. ആ സമയത്ത് ഇത് വർഷങ്ങളുടെ പല സംഭവങ്ങളും നടക്കുന്നുണ്ട്. അതിനുശേഷം ഈ അധികാരങ്ങളെ കൈമാറാൻ അദ്ദേഹം വിസമ്മതിച്ചു, മാത്യൂസ് മാർ അത്തനേഷ്യസ്. അപ്പോൾ ഒരു ഡിസ്ട്രിക്ട് കോർട്ടിൽ ഒരു കേസ് കൊടുത്തു. ആ കേസിൽ ജോസഫ് മാർ ഡയനേഷ്യസിന് അനുകൂലമായിട്ട് വിധി വന്നു. ഇദ്ദേഹം വിശ്വാസം മാറി റിഫോമിസ്റ്റിൻ്റെ കൂടെ പോയി എന്നുള്ളതിൻ്റെ പേരിൽ വിധി വന്നു. ഹൈക്കോർട്ടിൽ അപ്പീൽ കൊടുത്തു. അതിലും ജോസഫ് മാർ ഡയനേഷ്യസിന് അനുകൂലമായിട്ട് വന്നു. അവസാനം ലാസ്റ്റ് അപ്പീലായിട്ട് ഈ റിഫോമിസ്റ്റ് രാജാവിൻ്റെ അടുത്ത് അപ്പീൽ കൊടുത്തു. രാജാവ് ഒരു കോർട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതിനാണ് റോയൽ കോർട്ട് എന്ന് പറയുന്നത്. റോയൽ കോർട്ട്, രാജാവ് 3 ജഡ്ജിമാരെ വെച്ച് ഒരു കോർട്ടുണ്ടാക്കി. ആ കോർട്ടിൽ ഈ ഇവരുടെ അവകാശ തർക്കങ്ങൾ അവർ ട്രൈ ചെയ്തു. അവസാനം റോയൽ കോർട്ടിൻ്റെ വിധി വന്നത് 1883-ലാണ്. 1883 വിധി വന്നു. ജോസഫ് മാർ ഡയനേഷ്യസ് ആണ് ഈ മലങ്കര നസ്രാണികളുടെ നേതാവ്, അല്ലെങ്കിൽ അതിൻ്റെ ഹെഡായിട്ടുള്ളത്. ഇദ്ദേഹം അവകാശവും അധികാരവും അദ്ദേഹത്തിനാണ്. മാത്യൂസ് മാർ അത്തനേഷ്യസിന് യാതൊരു അധികാരവുമില്ല. അദ്ദേഹം വിശ്വാസത്തിന് മാറിപ്പോയതുകൊണ്ട് അധികാരമില്ലെന്ന് ആദ്യത്തെ കോർട്ട് മുതൽ റോയൽ കോർട്ട് വരെ അതിന് വിധി വന്നു. അദ്ദേഹത്തിന് അവസാനം എല്ലാം ജോസഫ് മാർ ഡയനേഷ്യസിനെ ഏൽപ്പിക്കേണ്ടതായിട്ട് വന്നു. ആ മോമെൻറ്റിൽ ആണ് അവർ പുതുതായിട്ടൊരു പള്ളി വെച്ച് മാത്യൂസ് മാർ അത്തനേഷ്യസും ആളുകളും കൂടി ഒരു പുതിയ സഭ തുടങ്ങി. അതാണ് മാർത്തോമാ സഭ. പിന്നീട് വന്നത് 15-ാം നൂറ്റാണ്ടിലും 16-ാം നൂറ്റാണ്ടിലുമാണ്. വാസ്കോ ഡ ഗാമയുടെ വരവ്. അവിടെ ഉദയമേരു സുന്നതോസിൽ വെച്ച് ഈ മുഖ്യധാര 4 വഴികളായിട്ട് ഒഴുകാൻ തുടങ്ങി. ഒന്ന് ലാറ്റിൻ കാത്തലിക്സ്, പോപ്പിനെ അംഗീകരിക്കുന്ന ലത്തീൻ ഭാഷ ഉപയോഗിക്കുന്ന ലാറ്റിൻ കാത്തലിക്സ്. പിന്നീടൊന്ന് സുറിയാനി ആരാധന ഭാഷയായിട്ട് ഉപയോഗിക്കുന്ന പോപ്പിനെ അംഗീകരിക്കുന്ന സീറോ മലബാർ. പിന്നെ ഒന്ന്
സുറിയാനി ആരാധന ഭാഷ ഉപയോഗിക്കുന്ന, പോപ്പിനെ അംഗീകരിക്കാത്ത, നെസ്തോറിയൻ വിശ്വാസം കീപ്പ് ചെയ്യുന്ന കാൽദായ സുറിയാനി സഭ. പിന്നെ ബാക്കിയുണ്ടായിരുന്ന മുഖ്യധാര ആണ് ഇന്ന് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന മുഖ്യധാര. അതിൽ വന്ന മാറ്റങ്ങളാണ് പോർച്ചുഗീസുകാർ പോയി, ഡച്ചുകാർ വന്നു, ഇംഗ്ലീഷുകാർ വന്നു. ഇംഗ്ലീഷുകാരുടെ കാലത്തുണ്ടായ സംഭവ വികാസങ്ങളെ പറ്റിയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. റോയൽ കോർട്ട് വിധിയോടുകൂടി മാർത്തോമ സഭയുണ്ടായി. മാർത്തോമ സഭയും കുറേ കഴിയുമ്പോൾ ഈ 50കളിൽ വീണ്ടും അതിനകത്തൊരു വിപ്ലവം ഉണ്ടായി. അതിൽ നിന്ന് വന്നതാണ് ഇവാഞ്ചലിക്കൽ സഭ. ഇപ്പോൾ നമുക്കറിയാം, ഇവിടെ 3 പാത്രികീസുമാർ വന്നിരുന്നു നമ്മുടെ സഭയിൽ. മലങ്കര സഭയിൽ അന്തോക്കിയിൽ നിന്ന് 3 പാത്രികീസ്. ആദ്യം വന്ന ആളാണ്, ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ സംഭവത്തിൻ്റെ ഇടയിൽ പറഞ്ഞു, പീറ്റർ 3 പത്രോസ് തൃതീയൻ. പിന്നെ വന്ന ഒരു പാത്രികീസാണ് അബ്ദുള്ള ഗ്രിഗോറിയോസ്. പിന്നീട് വന്ന അബ്ദൽ മെഷിയ പാത്രികീസ്. ഇങ്ങനെ 3 പേര് വന്നിരുന്നു പഴയ കാലഘട്ടത്തിൽ. ആ അബ്ദുള്ള ഇവരുടെയൊക്കെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ രസകരമായ സ്റ്റോറികളൊക്കെ ഉണ്ട്, അതൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. പക്ഷേ ഈ 3 പേരുടെ വരവിലും നമുക്ക് സഭയ്ക്ക് പല ഭാവവ്യത്യാസങ്ങൾ ഉണ്ടായി, ആചാര വ്യത്യാസങ്ങളുണ്ടായി, അനുഷ്ഠാന വ്യത്യാസങ്ങൾ വന്നു. എല്ലാം ശരിയാണ്. അതിൻ്റെ ഫലമായിട്ട് രണ്ടാമത്തെ പാത്രികീസ് അബ്ദുള്ള ഗ്രിഗോറിയസ് വന്നപ്പോൾ ഈ സഭയിൽ ഒരു വിള്ളലുണ്ടാക്കാൻ സാധിച്ചു. ആ വിള്ളലാണ് ഇന്നും നിലനിൽക്കുന്ന 2 ഭാഗങ്ങൾ. ഒന്ന് പാത്രികീസ് വിഭാഗം എന്നും ഓർത്തഡോക്സ് വിഭാഗം എന്ന് പറയുന്ന 2 ഗ്രൂപ്പ് ഉണ്ടായത് അന്ന് മുതലുണ്ടായ വിഭാഗങ്ങളാണ്. ഇപ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന ഇതിൽ പിന്നീട് ഉണ്ടായ ഒരു സഭ കൂടി, ഈ CMS മിഷണറീസ് പോയി. ഈ ആംഗ്ലിക്കൻ ചർച്ച് എന്ന് പറഞ്ഞാൽ അത് പല വിഭാഗങ്ങളാണ്, ഒറ്റ ഇതല്ല. ലൂതറൻ മിഷൻ, ബേസൽ മിഷൻ, പല 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 വിഭാഗങ്ങളുണ്ട്. ഇവരെല്ലാം കൂടി ഇൻ 1960s അവരെല്ലാം കൂടി ഒന്നായിട്ട് CSI എന്നും CNI എന്നും, അതായത് ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ എന്നും ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യ എന്നും ചേർന്ന് അവർ എല്ലാം കൂടി അമാൽഗമേറ്റ് ചെയ്ത് ഒരു സഭയായിട്ട് ഇന്ന് അറിയപ്പെടുന്നു. എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്നിട്ട് ലൂതറൻ സഭയും പ്രസ്ബിറ്റീരിയൻ സഭയും ബേസൽ മിഷൻ സഭയും ഇതെല്ലാം കൂടി കാൽവിനിസ്റ്റ് സഭയും ഇതെല്ലാം കൂടി ചേർന്ന് സൗത്ത് ഇന്ത്യയിലുള്ള എല്ലാവരും കൂടി ചേർന്ന് ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ എന്നും നോർത്ത് ഇന്ത്യയിലുള്ളവരൊക്കെ ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യ CNI എന്നും പറയുന്നു. ഈ സഭകളെയൊക്കെയാണ് നമ്മളിന്ന് കാണുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, ചരിത്രത്തിൻ്റെ നാൾ വഴിയിൽ കൂടി വരുമ്പോൾ ഏതൊക്കെ സംഭവങ്ങൾ കൊണ്ടാണ് ഈ സംഭവങ്ങൾ ഇത്രയും സഭകൾ നമ്മൾ കാണുന്നത്. മലങ്കര റീത്തിനെ പറ്റി പറയാൻ മറന്നുപോയി. മലങ്കര റീത്ത് നമ്മുടെ സഭയിലെ പ്രഗത്ഭനായ നല്ലൊരു PT ഗീവർഗീസ് നല്ലൊരു അച്ഛനായിരുന്നു. അദ്ദേഹം പ്രഗത്ഭനായിരുന്നു. അദ്ദേഹത്തെ മെത്രാപ്പോലിത്തയാക്കി. സാറ് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ വീട്ടുപേരും മാവേലിക്കരയുള്ള പണിക്കര വീട്ടിൽ അച്ഛൻ്റെ മകനാണ്. പ്രഗത്ഭനായ മനുഷ്യനായിരുന്നു അദ്ദേഹം. വട്ടശ്ശേരിൽ തിരുമേനിയുടെ അരുമശിഷ്യനായിരുന്നു. കാതോലിക്ക സ്ഥാപനത്തിൻ്റെ കാലത്ത് 1912 സെപ്റ്റംബറിൽ കാതോലിക്ക സ്ഥാപനം ഇവിടെ നടന്നു. ആ സ്ഥാപന സമയത്ത് വളരെ പ്രധാനമായ കീ റോൾ വഹിച്ച ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം ഇവാനിയോസ് തിരുമേനിയാക്കി. അദ്ദേഹത്തെ 1929 ഗീവർഗീസ് ദിദിൻ്റെ സ്ഥാനാരോഹണത്തിന് ശേഷം വിത്തിൻ ഫ്യൂ മന്ത്സ് അദ്ദേഹം കത്തോലിക്ക സഭയുമായിട്ട് ബന്ധപ്പെട്ടു. കത്തോലിക്ക സഭ അല്ലെങ്കിൽ റോമൻ പോപ്പ് നമ്മുടെ സഭയിൽ ആരെങ്കിലും വരുന്നു നോക്കിയിരിക്കുന്ന സന്ദർഭത്തിൽ ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ അങ്ങോട്ട് ചാഞ്ഞു. അദ്ദേഹം കത്തോലിക്ക സഭയിലേക്ക് നമ്മുടെ സഭയെ ഉപേക്ഷിച്ച് അങ്ങോട്ട് പോയി. ഭൗതിക ലാഭത്തിന് വേണ്ടി, സ്ഥാനത്തിന് വേണ്ടി അദ്ദേഹത്തിന് നമുക്ക് വേറെ ഒന്നും പറയാൻ പറ്റുമെങ്കിലും പറയാം. ഒരേപോലെ ഉണ്ടായിരുന്ന കല്ലിശ്ശേരി തിരുമേനിയും ഇദ്ദേഹവും ഒരുമിച്ച് ഉണ്ടായിരുന്ന ആളുകളാണ്. പക്ഷെ സിനഡ് ഗീവർഗീസ് ദിദിനെയാണ് കാതോലിക്ക ബാബയായിട്ട് സെലക്ട് ചെയ്തത്. അദ്ദേഹത്തിന് താല്പര്യം, അദ്ദേഹത്തിൻ്റെ ഇച്ഛാഭംഗമായിരിക്കാം, അദ്ദേഹത്തിന് സ്ഥാനം കിട്ടാഞ്ഞിട്ടായിരിക്കാം, എന്തോ അദ്ദേഹം പോപ്പിനോട് ബന്ധപ്പെട്ട്
സ്ഥാനത്തിന് വേണ്ടിയും അധികാരത്തിന് വേണ്ടിയും സമ്പത്തിന് വേണ്ടിയും അദ്ദേഹം വഴിതിരിഞ്ഞ് നമ്മുടെ സഭയെ ഉപേക്ഷിച്ച് പോയി. ചരിത്രത്തിലെ ഇതുപോലത്തെ സംഭവങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു സംഭവത്തിൻ്റെ പ്രോഡക്റ്റാണ് അബ്ദുള്ള പാത്രിക്കീസ്. കൂടുതൽ ഞാൻ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആ കാര്യങ്ങളും സ്റ്റോറികളൊക്കെ പറയാം. അങ്ങനെ 1930 നമ്മുടെ സഭയിൽ നിന്ന് ഈ ബഥനി സ്ഥാപകനായ ഈവാനിയോസ് തിരുമേനി കത്തോലിക്ക സഭയിലേക്ക് പോയി അദ്ദേഹം സ്ഥാപിച്ച ഒരു സഭയാണ് 1930. അതാണ് ഇന്ന് കാണുന്ന മലങ്കര റീത്ത് എന്ന് പറയുന്നത്. റീത്ത് എന്ന് പറഞ്ഞാൽ റൈറ്റ് എന്ന അതിൻ്റെ വാക്കിൻ്റെ അർത്ഥം. റൈറ്റ് അതായത് പ്രാദേശികമായ ആചാരങ്ങൾ പാലിച്ചുകൊണ്ട് പോപ്പിനെ അംഗീകരിക്കുന്നവരെയാണ് റീത്ത് എന്ന് പറയുന്നത്. അങ്ങനെ ഇവിടെ ലത്തീൻ റീത്തുണ്ട്, സീറോ മലബാർ റീത്തുണ്ട്, മലങ്കര റീത്തുണ്ട്. ഈ മലങ്കര റീത്ത് ഞാൻ മലങ്കര സഭയിൽ നിന്ന് പോയ ഒരു തിരുമേനി ഉണ്ടാക്കിയ, അധികാരത്തിനും അവകാശത്തിനും പണത്തിനും വേണ്ടി പോയ ഒരു തിരുമേനി ഉണ്ടാക്കിയ സഭയാണ് മലങ്കര റീത്ത്. എനിഹൗ ഇതാണ് ഇന്ന് നമ്മൾ കാണുന്ന സഭയിൽ കാണുന്ന അനേകം സഭകളുടെ ഒരു ചെറിയ കാര്യം, സംക്ഷിപ്തമായ വിവരണം. പോൾ സാറ് വളരെ മനോഹരമായിട്ട് സഭയുടെ ചരിത്രം വരച്ചു കാണിച്ചു. അതുകൊണ്ട് തീർച്ചയായിട്ടും 2 കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമത് വിദേശ മേധാവിത്വം, അതല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള വ്യാമോഹം കൊണ്ടുണ്ടായ ഈ 2 കാര്യങ്ങൾ കൊണ്ടാണ് സഭയിലെ ഭിന്നിപ്പുണ്ടായത്. അദ്ദേഹം വരച്ചു കാണിച്ച ഈ ഒരു പ്രസംഗത്തിലൂടെ മലങ്കര സഭ നമ്മുടെ സഭയാണ് യഥാർത്ഥമായ മാർത്തോമാ ശ്ലീഹ സ്ഥാപിച്ച സഭ എന്ന് 100% നമുക്ക് പറയാൻ കഴിയും. ഇപ്പോൾ ഇൻട്രാക്ഷനുള്ള സമയമാണ്. തീർച്ചയായിട്ടും പോൾ സാറിനോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. എല്ലാവരും ഇൻട്രാക്ഷനിൽ പങ്കെടുക്കണം. തീർച്ചയായിട്ടും അതൊരു ഈ സെമിനാറിന് ജീവസുറ്റ് ഉണ്ടാക്കാനായിട്ട് കഴിയും എന്ന് ആഗ്രഹിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ മിസ്റ്റർ ജോൺ സാമുവൽ, ട്രസ്റ്റി സെക്രട്ടറി പോൾ സർ, ബഹുമാനപ്പെട്ട നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഞാൻ ചെറുതായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പോയിക്കോളാം. ഇവിടെ പോൾ സാറിൻ്റെ പ്രസംഗം കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ശ്രദ്ധിക്കുകയായിരുന്നു, എത്ര പേർക്ക് ടെൻഷൻ കൂടുന്നു, എന്തുമാത്രമാണ് ബഹളം ഉണ്ടാകുന്നത്, സഭാ തർക്കങ്ങൾ എങ്ങനെ പോകാമെന്നൊക്കെ അവിടെ ഇരുന്നപ്പം മനസ്സിലായി എങ്ങനെ ഈ ടെൻഷനൊക്കെ സഭയിൽ ഉണ്ടാകുന്നതെന്ന്. നമ്മളെന്നും ഈ കൂനംകുരിശിനെ കാണേണ്ടത് ഐക്യത്തിൻ്റെ പ്രതീകമായിട്ട് കാണുക, ഐക്യം കൊണ്ട് നേടാൻ സാധിക്കുന്നതിൻ്റെ പ്രസക്തി മനസ്സിലാക്കുക, അത് മനസ്സിൽ വെച്ചുകൊണ്ട് സമാധാനത്തിൻ്റെ ഒരു സിമ്പിളായിട്ട് അതിനെ കണ്ട് അതിനെ ഏറ്റവും വിശുദ്ധിയോടുകൂടി ക്രിസ്ത്യൻ വാല്യൂ എന്താണെന്ന് മനസ്സിലാക്കി അതിനെ നമുക്ക് മുന്നോട്ട് പരിപാലിക്കാൻ സാധിക്കണം. അതിന് നമ്മളുടെ എല്ലാവരുടെയും പ്രവർത്തനം ഉണ്ടാവേണ്ടത്. അതിനുവേണ്ടി പരിശ്രമിക്കാനായിട്ട് നിങ്ങളെ എല്ലാവരെയും പ്രത്യേകമായിട്ട് ഞാൻ ഉത്ബോധിപ്പിക്കുന്നു.